ഹലോ. ഹലോ സാർ, ഞങ്ങൾ TSR കൺസൾട്ടൻസിന്ന് വിളിക്കുക. അത് ശരി, പറയൂ. നിങ്ങളുടെ ഓഫീസിലുള്ള ബില്ലും ഇൻവോയ്സും കളക്ട് ചെയ്യാൻ ഞങ്ങൾ ഒരാളെ അയച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ, എപ്പോഴാണ് വരുന്നത്? സാർ, അവര് ഓൺ ദ വേ. അല്പസമയത്തിൽ അവിടെ എത്തിക്കോളും. ശരി, വരട്ടെ. ഓക്കെ സാർ. ഉം. ആരാണ്? ഹായ് സർ, ഐ എം ഭവാനി. TSR ടാക്സ് കൺസൾട്ടൻസിന്നാ വരുന്നത്. ഓ, ഇപ്പോഴാണ് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നത്. എനിക്ക് ടാക്സ് ഇൻവോയ്സും പിന്നെ നമ്മുടെ കമ്പനിയിലെ ചില ബിൽസും വേണമായിരുന്നു സർ. ഓക്കെ ഓക്കെ, ഉറപ്പായിട്ടും തരാം. വരൂ, ആദ്യം അകത്തേക്ക് വരൂ. എന്താ Thank you. പുറത്തേക്കുന്നേ? Sure, പ്ലീസ് കം. sir. അങ്ങോട്ടിരിക്കേ പ്ലീസ്. താങ്ക് യു സർ. പറഞ്ഞോളൂ. സർ, ആ ഇൻവോയ്സും ബിൽസും ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. അതിനുശേഷം നമുക്ക് നോക്കാം. സർ സർ, അതൊന്നും വേണ്ട. ഞാൻ വരുമ്പോ കഴിച്ചിട്ടാണ് സർ വന്നത്. അതെ, ഈ വീട്ടിൽ ചായ നല്ല ടേസ്റ്റാ. ചായയും കാപ്പിയും കുടിക്കില്ലോ അല്ലേ? ഉം. ഓക്കെ, നിങ്ങൾ കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ചായ കുടിച്ചു കഴിഞ്ഞ് നമുക്ക് നോക്കാം. കാരണം ഞങ്ങളുടെ വീട്ടിൽ വരുന്നവരാരും ചായ കുടിക്കാതെ ഇവിടുന്ന് പോകാറില്ല. മനസ്സിലായോ? ഷോർ സർ. എന്ത് വലിയ വീടാ. ഭവാനി, ചായ എടുത്തോളൂ. താങ്ക് യു സർ. വെൽക്കം. സർ, ആ ഇൻവോയ്സ് ആൻഡ് ബിൽസ്. അതെ, നിങ്ങൾ ആദ്യം ചായ കുടിക്കേ. സർ, ഈ ചായ ഉണ്ടാക്കിയത് നിങ്ങളാണോ അതോ വീട്ടില് മെയ്ഡ് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുമില്ല. ഞാനാണ് ചായയും കാപ്പി ഉണ്ടാക്കുന്നതും പാചകം ചെയ്യുന്നതും ഒക്കെ. വേറെ ആരുമില്ല. ഓ, ഓക്കെ സർ. ഞാൻ ചോദിച്ച ഇൻവോയ്സ് ആൻഡ് ബിൽസ്. ഓ, ഓക്കെ, അത് മുകളിലുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. നിങ്ങൾ വെയിറ്റ് ചെയ്യേ. ഇതാ നിങ്ങൾ ചോദിച്ച ബില്ല്. സർ, എല്ലാ ബിൽസും കൃത്യമായിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 1.5 ക്രോറിന് നിങ്ങളൊരു മിഷൻ വാങ്ങിച്ചില്ലേ, അതിന്റെ ബില്ല് മിസ്സിംഗ് ആണ് സർ. ഓ, ഓക്കെ. നാളെ എന്റെ മാനേജർ പ്രിയ വരുന്നുണ്ട്. അവരോട് ഞാൻ എടുത്തോണ്ട് വരാൻ പറയാം. നാളെ നിങ്ങൾ ഫ്രീ ആണോ? നാളെ നിങ്ങൾക്ക് വരാൻ പറ്റുമോ? യാ, ഷോർ സർ. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ ഉള്ളത്. നിങ്ങൾ എപ്പോ വിളിച്ചാലും ഞാൻ വന്ന് വാങ്ങിച്ചോളാം സർ. ഓക്കെ. എന്തിനാ കട്ട് ചെയ്ത്? എടുത്ത് സംസാരിക്കേ. അല്ല സർ, അൺനോൺ നമ്പറാ. ഓ, ഓക്കെ. വേറെ ഏതെങ്കിലും ബില്ല് മിസ്സായിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതും തരാൻ പറഞ്ഞേക്കാം. ഓ, ഓക്കെ സർ, തീർച്ചയായും. ഓ, സോറി സർ, ചായ അടിപൊളിയായിരുന്നു കേട്ടോ. ഓ, യു ആർ വെൽക്കം. ഞാൻ ഫോൺ കട്ട് ചെയ്യുന്ന കണ്ടില്ലേ? ഫോൺ എടുത്ത് എനിക്ക് ആൻസർ ചെയ്യണമെന്നർത്ഥം. എന്തൊക്കെയാ പറയുന്നേ? ഞാനൊരു ജോലിയിൽ ഇരിക്കുമ്പോ പെട്ടെന്ന് നീ ഫോൺ ചെയ്താൽ എങ്ങനെ എനിക്ക് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റും?
അത് മാത്രമല്ല ഞാനൊരു പ്രധാനപ്പെട്ട മീറ്റിംഗിലായിരുന്നു. ശരി, അതിനിപ്പോ നിന്നെ കടന്നു കീറുന്നേ. നിന്റെ ജോലി ഇപ്പൊ കഴിഞ്ഞില്ലേ? നമ്മളെപ്പോഴും മീറ്റ് ചെയ്യില്ലേ? ആ പാർക്കിലോട്ട് വാ. അതെ അതെ, ഞാൻ സംസാരിച്ച തന്നെ നിനക്ക് വഴക്കിടുന്ന പോലെയല്ലേ തോന്നൂ. ഹേ ഭവാനി, നീ ഇപ്പൊ എന്തിനാ ദേഷ്യപ്പെടുന്നേ? നീ തന്നെ ഫോൺ വിളിക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണമായിരുന്നു, പക്ഷെ വെയിറ്റ് ചെയ്തില്ല. സോറി. എന്താ മതിയോ? ശരി പറയേ. ജോലി കഴിഞ്ഞോ ഇല്ലേ? അതൊക്കെ കഴിഞ്ഞു. നീ ഫോൺ വെക്ക്, ഞാൻ വരാം. ഛെ. എന്താ മഹാറാണി, മീറ്റിംഗ് കഴിഞ്ഞോ ഇല്ലയോ? ഇപ്പോഴും ദേഷ്യമാണോ അല്ലെങ്കിൽ നോർമലായോ? മീറ്റിംഗ് ഒക്കെ എപ്പോഴേ കഴിഞ്ഞു. നീ പറ. ദേഷ്യം കുറഞ്ഞ പാടില്ലല്ലോ. അല്ല, 3 തവണ എന്തിനാ ബാക്ക് ടു ബാക്ക് ഫോൺ ചെയ്യുന്ന? എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, ജോലിയിലായിരിക്കുമ്പോ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല, കട്ട് ചെയ്ത് തിരിച്ച് വിളിക്കല്ലേ എന്ന്. മാത്രമല്ല ഞാനൊരു പ്രധാനപ്പെട്ട മീറ്റിംഗിലായിരുന്നു. ഞാനൊരു ക്ലയന്റിനെ മീറ്റ് ചെയ്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഇൻവോയ്സും ബിൽസും വാങ്ങിക്കാൻ വേണ്ടി പോയതാ. ആ സമയത്ത് ഫോൺ ചെയ്ത് ടോർച്ചർ ചെയ്യുന്നോ? എടി സോറി. ശരി വിട്ടേക്ക്. ഇപ്പൊ നീ പുതിയൊരു കമ്പനി ജോയിൻ ചെയ്തില്ലായിരുന്നോ? എങ്ങനെ പോകുന്നുണ്ട് ജോലിയൊക്കെ? എവിടെ പോവാനാ? എന്തുപറ്റി? ഞാൻ ആ ജോലി എപ്പോഴേ വിട്ടല്ലോ. എടാ, എന്താ ഈ പറയുന്നേ? നീ ജോലി വിട്ടു എന്നോ? അതെ. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെ ചെയ്യല്ലെന്ന്. അതെ, എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമല്ല. എനിക്ക് ഒരുത്തിന്റെ അടുത്തും കൈകെട്ടി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. എടാ പ്രാന്ത, അത്രമാത്രം എന്ത് പ്രശ്നം നിനക്ക്? ഏതെങ്കിലും ഒരു കമ്പനിയിൽ 1 മാസമെങ്കിലും നീ ജോലി ചെയ്തിട്ടുണ്ടോ? ഇവളൊരുത്തി. എടി, നീ എന്താ ഈ കാണിച്ചത്? ഒരു സിഗരറ്റിന്റെ വില എന്താ നിനക്ക് അറിയോ? നീ ഇപ്പൊ വലിച്ചെറിഞ്ഞില്ല ആ സിഗരറ്റ്, അതിന്റെ വില 10 രൂപയാണ്. കാശിന്റെ വില അറിഞ്ഞാലല്ലേ? അതേടാ, എനിക്ക് കാശിന്റെ വില അറിയില്ലല്ലേ? ഈ പറയുന്നത് നിനക്ക് അതിന് വല്ല വിലയുണ്ടോ? മാസം ജോലിക്ക് പോയി ഞാൻ സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ നീയോ 1 മാസം പോലും മര്യാദയ്ക്ക് പണിക്ക് പോവാണ്ട് വെറുതെ ഇരുന്ന് ഇതുപോലെ ഇങ്ങനെ നാടും കറങ്ങി നടക്കല്ലേ? നീയൊക്കെ ഒരിക്കലും ഗുണം പിടിക്കില്ല. ഒരിക്കലും നിനക്കൊരു മാറ്റം ഉണ്ടാവില്ല. എടി സോറി. നിന്റെ മുന്നിൽ ഒരു സിഗരറ്റ് വലിക്കാൻ പാടെന്ന് വിചാരിച്ചു. സോറി ട്ടോ, ഞാനൊരു ടെൻഷനിൽ അറിയാതെ വലിച്ചുപോയി. വിട്ടേക്ക്. ഇനി നിന്റെ മുമ്പിൽ സിഗരറ്റ് വലിക്കില്ല, മതിയോ? എന്റെ മുമ്പിലെന്നല്ല, നീ ഇനി ഒരിക്കലും സിഗരറ്റ് വലിക്കരുത്, മനസ്സിലായല്ലോ? മനസ്സിലായി, വിട്ടേക്ക്. എടാ, നീ ഇങ്ങനെ തന്നെ നടന്നാൽ എങ്ങനെ ശരിയാവും? ഒരു ജോലി ശരിയാക്ക്. നിനക്ക് എന്തിലാണോ താല്പര്യമുള്ളത് ആ പണിക്ക് പൊയ്ക്കോ. എന്നാലല്ല എന്റെ വീട്ടിൽ സംസാരിച്ച കാര്യങ്ങൾ നടത്താൻ പറ്റൂ. എന്റെ വീട്ടുകാർ നിന്നെ കുറിച്ച് ചോദിച്ചാ ഞാൻ എന്തെന്നാ പറയണ്ടേ? എടാ രാം, നീ ഇല്ലാതെ എനിക്ക് എന്തായാലും പറ്റില്ല. അത് നിനക്ക് തന്നെ അറിയാവുന്നല്ലേ? എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടം. നിനക്കും എന്നെ ഇഷ്ടമാണല്ലോ. പ്ലീസ് ഒന്ന് മനസ്സിലാക്കടാ. ശരി, സമയം വൈകി, ഞാൻ വീട്ടിൽ പോവാ. യെസ്, കമ്മിങ്. ഹായ് ഭവാനി, വരൂ, അതേക്ക് വരൂ. താങ്ക് യു സർ. സർ, ആ ഇൻവോയ്സ് ബിൽ സർ. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേ, ഞാൻ നിങ്ങൾക്ക് ചായ എടുത്തോണ്ട് വരാം. ഓക്കെ, അവിടെ ഇരിക്കേ. ഇന്ന് ചായ കുടിച്ചോളൂ. താങ്ക് യു സർ. സർ, ഞാൻ ചോദിച്ച ബിൽസ് ആൻഡ് ഇൻവോയ്സ് സർ. വെയിറ്റ്, നിങ്ങൾ ബില്ലും മേടിച്ചുകൊണ്ട് ഓടാൻ തയ്യാറായിരിക്കുകയാണല്ലോ. ബില്ലെല്ലാം ഓഫീസിലാണുള്ളത്. എന്റെ മാനേജർ പ്രിയ അത് എടുത്തോണ്ട് വന്നോണ്ടിരിക്കുക. ഇതിനു മുമ്പ് നിങ്ങൾ പ്രിയെ കണ്ടുണ്ടോ? ഇല്ല സർ, മോസ്റ്റ്ലി ഞങ്ങൾ മെയിൽ തന്നെ എല്ലാം തീർക്കുന്നതാ.
സംടൈംസ് ഞങ്ങള് വർക്കേഴ്സിനെ അയച്ചിട്ടാണ് ഇൻവോയ്സ് ആൻഡ് ബിൽസ് ഒക്കെ വാങ്ങിക്കാറ്. ഇപ്പൊ ഓഫീസിൽ നല്ല സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് വാങ്ങിച്ചോണ്ട് വരാനാ പറയുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ആയിട്ടാ ഞാൻ ക്ലയൻസിനെ എല്ലാവരെയും നേരിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾക്ക് എന്റെ മാനേജർ പ്രിയെ പരിചയപ്പെടുകയും ചെയ്യാം, ആ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യുകയും ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്യേ. ഓക്കെ സർ. പ്രിയ വന്നെന്ന് തോന്നുന്നു. നിങ്ങൾ വിളിക്കേ, ഞാൻ നോക്കിട്ട്. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് സർ. ഹായ് പ്രിയ, കയറി വാ. ഭവനി, ഇതാണ് പ്രിയ. ഹായ്. ഹായ്. പ്രിയ, വർക്കൊക്കെ എങ്ങനെ പോകുന്നു? ഗുഡ് സർ, നന്നായി പോകുന്നു. ഓക്കെ, പ്ലീസ് സിറ്റ് ഡൗൺ. ഭവാനി, നമ്മൾ കുറെ പ്രാവശ്യം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴാ നേരിൽ കാണുന്നത് അല്ലേ? അതിന് വർക്ക് ചെയ്യാൻ തന്നെ സമയം മതിയാവുന്നില്ല. പിന്നെ എങ്ങനെ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുക? ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഇതാണ് നിങ്ങൾ ചോദിച്ച ഇൻവോയ്സ്. ഓക്കെ, താങ്ക് യു. ഓക്കെ പ്രിയ, എനിക്ക് വേറെ വല്ല ഇൻവോയ്സും ബിൽസും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ പ്രിയ, പ്രിയ ഒന്ന് പൊയ്ക്കോളൂ. ഓക്കെ സർ, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ഓക്കെ സർ, എന്നാ ഞാനും ഇറങ്ങട്ടെ. എനിക്ക് ഇൻവോയ്സിലും ബിൽസിലും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കോൾ ചെയ്ത് ചോദിക്കാം. ഭവാനി സർ, ഇവിടുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും മിസ്സാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അത് റെഡിയാക്കി തരാം. അല്ല, ഇന്ന് തന്നെ തീർത്തേക്കാം. അപ്പോഴേക്കും ഞാൻ നിങ്ങൾക്കുള്ള ലഞ്ച് റെഡിയാക്കി കൊണ്ടുവരാം. സർ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ വരുമ്പോ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നത്. സോ ഞാൻ വെയിറ്റ് ചെയ്ത് ആ ഡീറ്റെയിൽസ് എന്തൊക്കെയാന്നുള്ളത് തന്നിട്ട് പോയേക്കാം സർ. ഓക്കെ, പ്ലീസ് സിറ്റ് ഡൗൺ. ഓക്കെ സർ. ഭവാനി, നിങ്ങളുടെ വീട് ഇവിടെ അടുത്തെന്നല്ലേ പറഞ്ഞത്? എവിടെയത്? സർ, ഇവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ്. ഒരു 5 മിനിറ്റ്സ് എടുക്കൂ. ഓക്കെ ഓക്കെ. നിങ്ങളുടെ അടുത്ത് 2 വീലർ ഒന്നും ഇല്ലേ? ഇല്ല സർ, എനിക്ക് നടന്നു പോയിട്ട് വന്നെ ശീലായി. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് എന്താ ജോലി? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ സർ. നിങ്ങളുടെ അച്ഛനോ? അച്ഛൻ ഞാൻ കുഞ്ഞായിരിക്കുമ്പോ തന്നെ മരിച്ചു പോയതാ സർ. ഓ. അമ്മ എന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാ വളർത്തിയത്. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ സർ. ഞാൻ നേരത്തെ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. വീട്ടില് മെയ്ഡും ഇല്ല. പിന്നെ മാഡം എവിടെയാ സർ? അത് കല്യാണം കഴിഞ്ഞ് കുറച്ചു നാളായപ്പോ എന്റെ വൈഫ് ഒരു ആക്സിഡന്റില് മരിച്ചു പോവുകയായിരുന്നു. ഓ. അതിനുശേഷം ഞാൻ വേറെ ആരെയും നോക്കിയിട്ടുമില്ല, നോക്കാൻ തോന്നിയിട്ടുമില്ല. അവൾ പോയതിനു ശേഷം ഈ ജീവിതം ഒരു ശീലമായി പോയി. ഇപ്പൊ എന്റെ കമ്പനിയും ഞാനും അങ്ങനെ എന്റെ ജീവിതം പോകുന്നു. വേറെന്ത് ചെയ്യാനാ? ഓ, സോറി സർ. സാറിന്റെ രണ്ടാമതൊരു കല്യാണം കഴിച്ചാൽ എന്താ സർ? കഴിക്കാമായിരുന്നു. എന്റെ ബന്ധുക്കളും എന്റെ ബ്രദറും കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. എന്നാലും എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരാളെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ അവളെപ്പോലെ ആളെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കല്യാണം കഴിച്ചേനെ. ഓ, ഓക്കെ സർ. സർ ഓഫീസിലേക്കൊന്നും പോവാറില്ല? പോകാറില്ല. ഞാൻ എന്റെ ജോലി നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ ഓഫീസിലൊന്ന് ബോധം കെട്ട് വീണു. അയ്യോ. പിന്നെ ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഞാൻ റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിപ്പോ വീട്ടിലിരിക്കുന്നത്. ഓ, ഓക്കെ സർ. ഇനി ഞാൻ സാറിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി എനിക്ക് വല്ല ഇൻവോയ്സും റെസീറ്റ്സും വേണമെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് തന്നെ പോയി വാങ്ങിച്ചോളാം സർ. നോ, നിങ്ങൾ വരുന്നതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ എല്ലാ ഡോക്യുമെന്റ്സും വെരിഫൈ ചെയ്തിട്ടാണ് തരുന്നത്. അതുവരെ നിങ്ങൾ ഈ വീട്ടിൽ വന്നേ പറ്റൂ. ഒരു പക്ഷേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറുകയാണെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് പോകും. അതിനുശേഷം നിങ്ങൾ ഓഫീസിൽ വന്ന് വാങ്ങിച്ചാൽ മതി. ഓക്കെ സർ. എനിക്ക് വേറെ വല്ല റെസീറ്റ്സും ഇൻവോയ്സും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കോൾ ബാക്ക് ചെയ്യാം സർ. താങ്ക് യു സർ. ഇത് നല്ല അടക്കവും ഒതുക്കമുള്ളൊരു പെണ്ണാണെന്ന് തോന്നുന്നല്ലോ. നല്ലൊരു പെണ്ണാണല്ലോ. ഇതുപോലൊരു പെണ്ണെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ പെണ്ണിനെ ദൈവം എനിക്ക് നേരത്തെ കാണിച്ചെന്ന പോരായിരുന്നു. പാവ പെണ്ണ്. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും ഇത്ര അടക്കവും ഒതുക്കമൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇതുപോലൊരു പെണ്ണിനെ എൻ്റെ ലൈഫ് പാർട്ണറായിട്ട് കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായേനെ.
പറയടാ. എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കണം. എന്താടാ? നിനക്ക് ജോലി വല്ല ശരിയായോ? എന്താ ജോലി? എത്ര ശമ്പളം? അതൊന്നുമല്ല, എനിക്ക് കുറച്ച് അർജന്റായിട്ട് കാശ് വേണം. കാശോ? എന്തിനാ അത്? എപ്പോ നോക്കിയാലും എന്തിനാ കാശ് ചോദിക്കുന്നേ? ഇപ്പൊ നിനക്ക് എത്രയാ വേണ്ടേ? കൂടുതലൊന്നും വേണ്ട, ഒരു 10,000 താ. എടാ, 10,000 രൂപയോ? ആദ്യമൊക്കെ 1,000 2,000 ചോദിച്ചോണ്ടിരുന്ന നീ ഇപ്പൊ 10,000 ആണോ ചോദിക്കുന്നേ? അത്രയും കാശിന് ഞാൻ എവിടെ പോവാനാ? അർജന്റായിട്ട് വേണം, ആരുടെ അടുത്തെങ്കിലും വാങ്ങിത്താ. എന്റെ മാസ ശമ്പളം തന്നെ 20,000 രൂപയാ. അതിനാണ് ഞാൻ വീടിന് വാടകയും പ്രൊവിഷൻസും അമ്മയുടെ മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കുന്നത്. നീ ഒന്ന് മനസ്സിലാക്ക്. ബസ്സിൽ പോയാ ചെലവാകുന്നു വിചാരിച്ച് ഞാൻ നടന്നു പോയിട്ടാ വരുന്നേ. എന്നിട്ട് നീയോ എത്ര എളുപ്പത്തിലാ 10,000 വേണമെന്ന് ചോദിക്കുന്നേ? ഇത്രയും കാശ് ഞാൻ ആരോട് ചെന്ന് ചോദിക്കാനാ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരി, നീ ആരോടും ചോദിക്കണ്ട, കമ്പനിയിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചാ. എടാ, അല്ലെങ്കിൽ തന്നെ ഞാൻ നേരത്തെ വാങ്ങിച്ച കാശിനാണ് മാസം മാസം അവര് പിടിച്ചോണ്ടിരിക്കുന്നേ. വീണ്ടും വീണ്ടും ചെന്ന് ചോദിച്ചാ അവരെങ്ങനെ തരാനാ? നീ ഇപ്പൊ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്റെ കയ്യിൽ ഇപ്പൊ 10 പൈസ ഇല്ല. എടാ, നീ ഒരു ജോലിക്ക് പോയിട്ട് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു വിചാരിച്ചപ്പോ നീ എന്നോട് എന്നെ വന്ന് കാശ് ചോദിക്കുകയാണോ? നിന്റെ ഈ പോക്ക് കണ്ടിട്ടേ എനിക്ക് നിന്നോടുള്ള വിശ്വാസം തന്നെ പോവുക. ശരി, വിട്ടേക്ക്, ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. അല്ല, നീ ഇപ്പൊ എന്തിനാ 10,000 രൂപ വേണമെന്ന് പറഞ്ഞത്? എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്നേ കടം വാങ്ങിയിരുന്നു, അവനിപ്പോ എന്റെ തല തിന്നുക. സാറില്ല, നീ തരില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ചോദിക്കുന്നേ? എടാ, നീയാണ് ഇപ്പൊ എന്റെ തല തിന്നോണ്ടിരിക്കുന്നേ. നീ കാശില്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ നിന്റെ തലയൊന്നും തിന്നുന്നില്ല. എന്താ മതിയോ? ഫോൺ വെക്ക്. ഇവനെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ കല്യാണം കഴിച്ച് എങ്ങനെയാ? ഇങ്ങേരെന്താ ഇപ്പൊ ഫോൺ ചെയ്യുന്നേ? ഹലോ, പറഞ്ഞോളൂ സർ. ഹലോ ഭവാനി, ഇപ്പൊ എവിടെയാ ഉള്ളത്? പറഞ്ഞോളൂ സർ. എന്താ ശബ്ദം വല്ലാതിരിക്കുന്നേ? അതെ അതെ, ശരീരത്തിന് നല്ല സുഖമില്ല. നീ ചോദിച്ച ഇൻവോയ്സ് ബില്ലൊക്കെ എന്റെ അടുത്ത് തന്നെയുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ നാളെ തന്നെ വന്ന് എന്റെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തോളൂ. ഓക്കെ സർ, അതൊന്നും ഒരു പ്രശ്നമല്ല. ആദ്യം നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് പോകൂ സർ. അതൊന്നും പ്രശ്നമില്ല ഭവാനി, അത് തനിയെ ശരിയായിക്കോളും. ഭവാനി എവിടം വരെ എത്തിയെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ കോൾ ചെയ്തത്. ഒരു പ്രശ്നമില്ല. എന്നാ വെക്കട്ടെ. എന്താ ഇത്? ഇങ്ങനെന്താ വാതില് തുറക്കാത്തെ? വാതില് തുറന്നു കിടക്കാണല്ലോ. സർ, സർ, സർ. ഭവാനി, നീ എന്ത് മോളെ ഇവിടെ? അല്ല സർ, ഫോൺ ചെയ്തപ്പോ സുഖമില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ വന്നത്. അതെ അതെ, ഇപ്പോ ഭേദമുണ്ടോ സർ? ഇപ്പൊ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല, ചെറിയ ആശ്വാസമുണ്ട്. ഞാൻ ചെന്ന് ടാബ്ലറ്റ് എടുത്തോണ്ട് ഏയ് വരാം. വേണ്ട, അതൊന്നും സാരമില്ല. ഞാനിപ്പോ വരാം. അതെ ഭവാനി, ഇതാ സർ. നീ എന്തിനെങ്ങനെ ബുദ്ധിമുട്ടുന്നേ? അതൊന്നും സാരമില്ല സർ. ടാബ്ലറ്റ് വളരെ നന്ദിയുണ്ട്.
ഞാൻ സാറിന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം സാർ. ശരി ഭവാനി. സാർ, ആ, ഇതാ സാർ, ഞാൻ കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? ഒരുപാട് നന്ദിയുണ്ട്. സാർ ഇങ്ങ് തരൂ, ഞാൻ വാരി തരാം. ആ ടിഷ്യൂല് നീ എടുത്ത മോളെ. മതി മോളെ, മതി. ഓക്കെ സാർ. ആ സാർ, നിങ്ങൾക്ക് വേണ്ടി ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂടുണ്ട്, ആറിയിട്ട് കുടിച്ചാൽ മതി. ശരി മോളെ, വളരെ നന്ദിയുണ്ട്. അതൊന്നും സാരമല്ല സാർ. ആക്ച്വലി സമയം വൈകി, എന്റെ വീട്ടിലിപ്പോ അന്വേഷിക്കും. ഞാൻ ഇറങ്ങട്ടെ. ശരി മോളെ, സൂക്ഷിച്ചു പോണേ. പോയിട്ട് വരാം സാർ. പോയിട്ട് വാ. ഫോൺ എന്താ എടുക്കാതിരിക്കുന്നേ? ആ, മാനേജർ പ്രിയയ്ക്കൊന്ന് കോൾ ചെയ്യാം. ഇതെന്താ ഭവാനി ഫോൺ ചെയ്യുവാണല്ലോ? ഹലോ, പറയൂ ഭവാനി. പ്രിയ, ഞാൻ സാറിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. എനിക്ക് ചില ഇൻവോയ്സ് ആൻഡ് റെസീറ്റ്സ് വാങ്ങാൻ വേണ്ടി വന്നതാ. ഫോൺ ചെയ്ത് നോക്കി, പക്ഷെ അങ്ങേര് ഫോൺ എടുക്കുന്നില്ല. കോളിംഗ് ബെൽ അടിച്ചാലും വാതിൽ തുറക്കുന്നുമില്ല. അതുകൊണ്ടാ ഞാൻ നിങ്ങളെ ഫോൺ ചെയ്തത് പ്രിയ. ഓ ഓക്കെ, അങ്ങനെയാണോ? വെയിറ്റ് ചെയ്യൂ, ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ. പ്രിയ, ഹലോ പ്രിയ, പറയൂ. സർ, സോറി സർ, നിങ്ങൾ ഉറങ്ങുകയാണെന്നാ തോന്നുന്നത്. ഭവാനി കുറേ നേരമായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓ അങ്ങനെയാണോ? ശരി പ്രിയ, ഞാൻ ഇപ്പൊ തന്നെ പോയി കഥ തുറന്നോളാം. ആ ഓക്കെ സർ. ഓക്കെ. സോറി ഭവാനി, രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല, അത് ഉറങ്ങിപ്പോയെ. ഹേ, അതൊന്നും സാരമില്ല സർ. അകത്തേക്ക് വാ.
എന്നാ ചായ കുടിക്കേ. താങ്ക് യു സർ. സർ, സത്യം പറഞ്ഞ നിങ്ങളുടെ ചായ ഒരു രക്ഷയില്ല സർ. താങ്ക്സ് മോളെ, താങ്ക്സ്. നീ കുടിക്കേ. ആ സർ, ഞാൻ ഇന്നലെ ചെക്ക് ചെയ്ത ഇൻവോയ്സ് എല്ലാം കൃത്യമായിട്ടുണ്ട്. പക്ഷേ നവംബർ മന്തിൽ ഒരു 2 ലാഖിന്റെ പേയ്മെന്റ്, പിന്നെ ഡിസംബർ മന്തിൽ 1.5 ലാഖിന്റെ ഒരു പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ആ 2 പേയ്മെന്റിന്റെയും ഇൻവോയ്സ് ആൻഡ് ബിൽസ് ഇതുവരെ തന്നിട്ടില്ല സർ. അങ്ങനെയാണോ? അതെ സർ. ഇല്ലല്ലോ, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഏത് പേയ്മെന്റ് ചെയ്താലും ഇൻവോയ്സ് ചെയ്യാറുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഞാൻ മാനേജറോട് സംസാരിക്കട്ടെ. ഹലോ സർ. ഹലോ. ആ പറയൂ സർ. പെട്ടെന്ന് വാ, ഒരു 10 മിനിറ്റുള്ളിൽ എത്തണം. ഓക്കേ സർ. ശരി ശരി, പെട്ടെന്ന് വാ, ഞാൻ ഫോൺ വെക്കുകയാണ്. ഓക്കേ സർ. റിയലി സോറി, ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു. ഒരു 10 മിനിറ്റിനുള്ളിൽ എൻ്റെ മാനേജർ ഇവിടോട്ട് എത്തും. നിങ്ങൾ ചോദിച്ച ബില്ലും ഇൻവോയ്സും എല്ലാം ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് തരാം. ആയിക്കോട്ടെ സർ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി. ഇതാണ് ശരിയായ സമയം. ഒന്ന് ചോദിച്ചു നോക്കിയാലോ? ചോദിച്ച ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചാലോ? സാറില്ല, എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. ഭവാനി, സർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷെ ചോദിക്കാൻ അല്പം മടിയുണ്ട്. അങ്ങനെയാണോ സർ? എന്താ കാര്യം? പറഞ്ഞോളൂ സർ. അത് വേറൊന്നുമല്ല, അത് ഞാൻ എങ്ങനെ പറയുക? പറഞ്ഞാൽ അത് തെറ്റാകാനും പാടില്ല. അതാ ഞാൻ ആലോചിക്കുന്നത്. സർ, നിങ്ങൾ പറഞ്ഞാലല്ലേ ശരിയാണോ തെറ്റാണോന്ന് പറയാൻ പറ്റൂ. എന്താണെങ്കിലും പറഞ്ഞോളൂ സർ, ഞാൻ തെറ്റിദ്ധരിക്കൊന്നുമില്ല. അത് വേറൊന്നുമല്ല, നമ്മൾ രണ്ടുപേരും പ്രിയ വന്നെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കിട്ട് വരാവേ. സർ സോറി സർ. ആദ്യം അകത്തേക്ക് വാ. ചെല്ലേ. പ്രിയ, ഇൻവോയ്സ് ഒക്കെ റെഡിയാണോ? സർ എല്ലാം റെഡിയാണ് സർ. സോറി സർ, ഈ ഇൻവോയ്സ് ഒക്കെ അക്കൗണ്ട്സിൽ മഹേഷാണ് ചെക്ക് ചെയ്യുന്നത്. ലുക്ക് പ്രിയ, ഈ ന്യായവാദമൊന്നും എനിക്ക് കേൾക്കണ്ട. ഇതൊക്കെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. സോറി സർ, തെറ്റ് തന്നെയാ. ഇനി ഒരു ഇഷ്യൂവും വരാതെ ഞാൻ നോക്കിക്കോളാം സർ. ഓക്കെ, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി എന്തെങ്കിലും ഇതുപോലെ മിസ്സായാൽ ഞാൻ ക്ഷമിക്കില്ല. സൂക്ഷിച്ചെന്നു. ഇല്ല സർ, ഇല്ല സർ, ഒന്നും മിസ്സാവത്തില്ല. ഇനി ഞാൻ കറക്റ്റായി ഫോളോ ചെയ്യാൻ സർ. അത് ഭവനയുടെ കൊടുക്ക്. ഇപ്പൊ എല്ലാം കറക്റ്റ് ആണോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഓക്കെ. ശരി, നീ വയ്ക്കുള്ളൂ. ഭവാനി, അതെല്ലാം ഉണ്ടോ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യേ. സർ, അപ്പൊ ഞാൻ ഓഫീസിലേക്ക് തിരികട്ടെ. നീ വയ്ക്കോ. ഭവാനി ഇരിക്കേ. ഭവാനി, എല്ലാം ചെക്ക് ചെയ്തോ? എല്ലാം ഉണ്ടല്ലോ അല്ലേ? എല്ലാം കൃത്യമായിട്ടുണ്ട് സർ. സർ, എന്നോട് എന്തോ പറയണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞോളൂ സർ. അതെ അതെ, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാ. എനിക്ക് ചുറ്റിവളച്ചൊന്നും പറയാനറിയില്ല. എന്താണെന്നറിയില്ല, ഇന്നലെ ഭവാനിയോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തീരെ ഉറക്കം വന്നില്ല. നിന്നെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാനിതൊരു ആരെക്കുറിച്ച് ഇങ്ങനൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. അത് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. ശരി ഭവാനി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ ഭവാനിയെ കല്യാണം കഴിച്ചോട്ടെ? സർ, എന്തൊക്കെയാ പറയുന്നത് സർ? എന്താ ഇങ്ങനെ ചോദിച്ചെന്ന് വിചാരിക്കല്ലേ. മനസ്സിലിങ്ങനെ ഒളിപ്പിച്ച് എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് എന്തായാലും തുറന്നു പറയാമെന്ന് ഞാൻ തീരുമാനിച്ചേ. സർ, ഇതൊന്നും തീരെ ശരിയല്ല സർ. ഇതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള അവസ്ഥയിലല്ല സർ ഞാനുള്ളത്. എന്നാലും എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല സർ. അതെന്താ, നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? എന്താണെങ്കിലും പറഞ്ഞോളൂ. സർ, അങ്ങനെയല്ല സർ. എന്നാലും എങ്ങനെയാ സർ? ഐ എം വെരി സോറി സർ. നോക്കൂ ഭവാനി, എന്റെ ഭാര്യ മരിച്ചിട്ട്
ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. എനിക്കിതുവരെ ആരോടും ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല. പക്ഷെ നിന്നോട് ഇഷ്ടം തോന്നി. ഇത്രയും വലിയ ബിസിനസ്, വർഷം 20 crore ടേൺ ഓവർ, പിന്നെ ഈ വീട്, സ്വത്തുക്കൾ, എന്തൊക്കെ ഉണ്ടായിട്ടും എൻ്റെ ജീവിതത്തിൽ സമാധാനം മാത്രമില്ല. പക്ഷേ നിന്നെ കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ സന്തോഷമാണ് തോന്നുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ, അന്നൊരു ദിവസം എനിക്ക് പനി വന്ന് കിടന്നത്? ഞാനൊരു ഫോൺ ചെയ്താൽ ഇഷ്ടം പോലെ ഡോക്ടേഴ്സ്, ഇഷ്ടം പോലെ നേഴ്സ്, എന്തിനാ ഒരു ഹോസ്പിറ്റൽ തന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയും. പക്ഷേ നീ എന്നെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ച് എനിക്ക് മരുന്ന് തന്ന് ഭക്ഷണമൊക്കെ വാരിത്തന്ന് അത്ര സ്നേഹത്തോടെ നീ എന്നെ നോക്കി. ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായത്. സർ, ഞാൻ അതൊക്കെ ഒരു മനുഷ്യത്വം കൊണ്ട് ചെയ്തു പോയതാ. സർ ഇങ്ങനെ തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ദേ നോക്ക് ഭവാനി, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല. നീ നന്നായിട്ട് ആലോചിച്ച് നോക്ക്. എത്ര ദിവസങ്ങൾ വേണമെങ്കിലും എടുത്തോളൂ. പക്ഷേ ഒരു നല്ല തീരുമാനം എടുക്കണം. എനിക്കത് മതി. സർ പ്ലീസ്. ദേ നോക്ക് ഭവാനി, നിനക്ക് സമ്മതമാണെങ്കിൽ നീ വാതുറന്നത് പറയേണ്ട ആവശ്യം പോലും ഇല്ല. നീ ഇതുപോലെ തന്നെ നേരിൽ വന്നിട്ട് എന്നെ നോക്കി നീ ചിരിച്ചാൽ മാത്രം മതി. എനിക്കത് മനസ്സിലാവും. അതൊന്നും തീരെ ശരിയാവില്ല സർ. നീ നല്ലപോലെ സമയമെടുത്ത് ആലോചിച്ചോളൂ. അതിനുശേഷവും ഇത് ശരിയാവില്ല, വയസ്സിന്റെ വ്യത്യാസമുണ്ട്, അതുപോലുള്ള എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ നീ എന്നോട് ഓപ്പണായിട്ട് പറയേ. നീ എപ്പോഴത്തെയും പോലെ കമ്പനി, ഇൻവോയ്സ്, ബിൽസ് ഇതെല്ലാം ക്ലിയർ ചെയ്ത് തന്നാൽ മതി. പിന്നെ ഞാൻ ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്തില്ല. ശരി സർ, ഞാനിന്ന് ഇറങ്ങട്ടെ. ഞാൻ കാരണം വല്ല ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കണം സർ. എടി നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. ശരി, ഇപ്പൊ തന്നെ പാർക്കിലോട്ട് വാ. എടാ, എനിക്ക് വീട്ടിൽ കുറച്ച് വർക്ക് ഉണ്ട്. നിന്നോട് വരാനാ പറഞ്ഞത്. ഞാൻ നിന്നോട് കാശ് വെച്ച് റെഡിയാക്കിയോ? എന്റെ കയ്യിൽ കാശില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. വീണ്ടും വീണ്ടും ചോദിച്ചാൽ എന്താ അർത്ഥം? ശരി, അത് വിട്. നീ ഇപ്പൊ എന്നെ കാണാൻ വരുമോ ഇല്ലേ? നോക്ക്, നീ എന്നെ വല്ലാതെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. എനിക്കതിനെ കുറിച്ചൊന്നും അറിയണ്ട. നീ വരണം. ശരി, വരാം. വെക്ക്. എടാ, നിന്നോടാ എന്തിനെങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നേ? നിന്നോട് ഞാൻ ചീത്ത പറഞ്ഞു നോക്കി, സ്നേഹത്തോടെയും കാര്യങ്ങൾ പറയാൻ നോക്കി, എന്നിട്ട് നിനക്ക് മനസ്സിലാവില്ലെന്ന് വെച്ചാ? എന്ത് മനസ്സിലാവണമെന്നാ? എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ നിന്നോട് കാശ് ചോദിച്ചു, നീ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നിന്നെ ഫോഴ്സ് ചെയ്തോ? ഇല്ലല്ലോ. ഒരു പെണ്ണായി എനിക്ക് എത്ര ആഗ്രഹങ്ങൾ ഉണ്ടാവും. പുറത്തേക്ക് പോണം, ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു തരണം, നിന്റെ കൂടെ ബൈക്കിൽ കറങ്ങണം, അങ്ങനെ പലതരം ആഗ്രഹങ്ങളും ഉണ്ടാവില്ലേ? എന്നാ നീയോ എപ്പൊ നോക്കിയാലും കയ്യില് കാശില്ല, ബൈക്കിൽ പെട്രോൾ ഇല്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ശരി, അതൊക്കെ പോട്ടെ. ഒരു ജോലി ചേർന്ന് കഴിഞ്ഞാ ഒരാഴ്ച പോലും അവിടെ പിടിച്ചു നിൽക്കാണ്ട് എന്നോട് വന്നിട്ട് 500 രൂപ 1000 രൂപ താന്ന് പറഞ്ഞ് എന്നെ തന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? ഓ, നിനക്ക് അങ്ങനത്തെ വിചാരങ്ങളൊക്കെ ഉണ്ടല്ലേ? അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമല്ല. ഇപ്പൊ എന്താ നീ എന്നെ വേണ്ടെന്ന് പറയാണോ? എടാ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. നിന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയനെ. ദാ നോക്ക്, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലും പോകുന്ന സ്ഥലത്തും ഒക്കെ എന്റെ ബന്ധുക്കളുടെ അടുത്തുനിന്നും അങ്ങനെ പല സ്ഥലത്തുനിന്നും എനിക്ക് എത്ര പ്രൊപ്പോസൽസ് വരുന്നുണ്ടെന്ന് അറിയോ? എന്തിന്? ഇപ്പൊ പോലും ഞാനൊരു വർക്ക് അസിസ്റ്റ് ചെയ്തിരുന്നു. അങ്ങേരെ എന്ത് വലിയ കോടീശ്വരനാന്ന് അറിയോ നിനക്ക്? അങ്ങേർക്ക് സ്വത്തും പണവും കാറും കമ്പനിയും ഒരുപാടുണ്ട്, കോടിക്കണക്കിന് സമ്പത്തും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വയസ്സ് 55 ആയെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണെന്നും നന്നായി സംസാരിക്കുന്നുണ്ടെന്നും ഇടപഴകുന്നുണ്ടെന്നും എന്തിന് കല്യാണം കഴിക്കുന്നവരെ എന്നോട് ചോദിച്ചിരുന്നു, അറിയോ? എന്നാ ഞാനോ എനിക്ക് വേണ്ടി എന്റെ റാം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇതൊന്നും തീരെ സെറ്റ് ആവില്ലെന്ന് നോ പറഞ്ഞിട്ടാ വന്നത്. എടാ, ഞാൻ ഇത്രയൊക്കെ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? നീ പറയുന്നത് കേട്ടാ അവൻ കുറച്ച് കാശുകാരനല്ലേ? അപ്പൊ അവന്റെ അടുത്ത് കുറെ സ്വത്തുണ്ടാവും അല്ലേ? അതെ, അതിനിപ്പോ എന്താ? നിനക്ക് എന്തുകൊണ്ട് അവനെ കെട്ടിക്കൂടാ? എടാ, നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാണോ? ഞാൻ എന്തായി പറയുന്നത്, നീ എന്തായി പറഞ്ഞോണ്ടിരിക്കുന്നേ? നിനക്ക് വേണ്ടി ഞാൻ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വന്നിരിക്കാം, എന്നിട്ട് നീ എന്താ അനാവശ്യമായി പറയുന്നേ? ഒന്നിനും കൊള്ളാത്ത എന്നെ നീ കെട്ടിട്ട് എന്തെടുക്കാൻ പോവാ?
10 പൈസയ്ക്ക് ഉപകാരമല്ല, നാട് മുഴുവൻ കടം വാങ്ങി വെച്ചിരിക്കുക. നിന്നെ പുറത്ത് കൂടി കൊണ്ടുപോകാൻ നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങി തരാനോ കഴിയുന്നില്ല. 10 ഉറുപ്പിയുടെ സിഗരറ്റ് നിന്നോട് അതിന് പോലും ഞാൻ കയ്യേന്തണം. എന്നെ കേട്ടിട്ട് നീ എന്തെടുക്കാൻ പോവുക? നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടേ ഒരു കുന്തം ചെയ്യാൻ പോകുന്നില്ല. അതിന് പകരം അങ്ങനെ കെട്ടിട്ടേ ലൈഫിൽ സെറ്റിൽ ആയിക്കോ. ഓ, നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ശ്ശേ, നിന്നെ ഞാൻ എന്തിനാ ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചേ? ശോ, ശ്ശേ, എനിക്ക് തന്നെ നാണക്കേട് തോന്നുക. ഭവൻ, ഞാൻ പറഞ്ഞത് അതല്ല. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞൊന്ന് കേൾക്കോ നീ? നീ എന്താ ഇപ്പൊ പറഞ്ഞു വരുന്നേ? അങ്ങേർക്ക് കമ്പനി സ്വത്തൊന്നും ഒരുപാടുണ്ട്. പക്ഷെ സ്വന്തക്കാരുണ്ടോ, കൂടപ്പറപ്പുകൾ ആരുണ്ടോ നിനക്ക് അറിയോ? അത് പറഞ്ഞിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി, പിന്നീട് നിനക്കെല്ലാം മനസ്സിലാവും. എടാ, അയാൾക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. അങ്ങേരുടെ ഭാര്യ മരിച്ചതിന് ശേഷം ആരോടും സംസാരിക്കാറുമില്ല. അങ്ങേരുടെ ഏട്ടൻ സിംഗപ്പൂരിലുണ്ടെന്നാ പറഞ്ഞ് വലിയ ബിസിനസ്മാൻ ആണത്രേ. വല്ലപ്പോഴൊക്കെ വരൂന്ന് പറഞ്ഞു. ഇത്രയൊക്കെ എനിക്ക് പറയുള്ളൂ. എടാ, അമ്മ ഫോൺ ചെയ്യാ, നീ ഒന്ന് സംസാരിക്കല്ലേ. ഹലോ. അമ്മ എവിടെയാടി നീ? ഞാൻ വീട്ടിലേക്കാ വന്നോണ്ടിരിക്കുന്നേ. വരുന്ന വഴിക്ക് മാർക്കറ്റിൽ നിന്ന് മലക്കറിയൊക്കെ മേടിച്ചോണ്ട് വരണേ, മറക്കല്ലേ. ശരി അമ്മേ, ഞാൻ വാങ്ങിച്ചോണ്ട് വന്നോളാം. എടാ, നീ എന്താ വീണ്ടും ആലോചിക്കുന്നേ? നോക്കിയേ, എനിക്കൊരു അടിപൊളി ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതേപോലെ ചെയ്താൽ മാത്രം മതി. നീ അവിടെ ചെന്ന് നിനക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് പറയേ. നാട്ടുകാർ മൊത്തം അറിയുന്ന പോലെ കല്യാണം കഴിച്ചോ. എന്താണെന്ന് ചോദിക്കരുത്. അദ്ദേഹത്തിന്റെ സ്വത്ത്, പണം, വീട് എല്ലാം നിന്റെ പേരിലാവും. അയാൾക്ക് വയസ്സ് 55 എപ്പ വേണേലും തട്ടിപ്പോവും. അതെന്നെ കല്യാണത്തിന് ശേഷം തട്ടിപ്പോയാലോ? ഈ രാമുവിന്റെ ഭാര്യ, എന്റെ പൊന്നു ഭവാനിയില്ലേ, എല്ലാം നിനക്ക് കിട്ടും. മനസ്സിലായില്ലല്ലേ? നീ ചെയ്യാൻ പോകുന്ന കല്യാണം പേരിനാണ്. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് ഞാൻ തരുന്ന പൊടി പാലിൽ കറന്ന് കൊടുത്തേക്ക്. അത് വെറും ഔഷധമാണ്. കുറച്ച് കൂടിയ പോലും ഹാർട്ട് ബീറ്റിനെ ലോ ആക്കി അങ്ങേർക്ക് അറ്റാക്ക് വന്ന് അയാൾ തട്ടിപ്പോവും. പിന്നീട് ഈ ലോകത്തിലെ ഏത് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്താലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് സ്വാഭാവിക മരണമാണെന്നേ പറയൂ. നമ്മളെ ആരും സംശയിക്കില്ല. അങ്ങേർക്ക് പ്രായമായതല്ലേ, BP ഷുഗർ വന്ന് മരിച്ചതാണെന്ന് എല്ലാരും വിചാരിക്കൂ. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ എല്ലാരും മറന്നേക്കും. നമുക്ക് ഹാപ്പിയായി ജീവിക്കാം. പിന്നീട് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് ആരെങ്കിലും കണ്ടാ പോലും പാവം കൊച്ചു കുട്ടിയല്ലേ, അവൾ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് അവരൊരു ജോലി നോക്കി പോകുന്നേ. എടാ എടാ മഹാഭാവി, ഇതിനു വേണ്ടി ഞാൻ ഒരാളുടെ ജീവൻ എടുക്കണോ? എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ശരിക്കൊരു സൈക്കോ ആയിരിക്കാം. അതെ ഭവാനി, നമ്മൾ കൊല്ലാൻ പോകുന്നത് നല്ലോണം ജീവിക്കുന്ന മനുഷ്യനെ അല്ല. ഇന്നോ നാളെ തട്ടിപ്പോകുന്ന മനുഷ്യനെ അല്ലേ കൊല്ലാൻ പോകുന്നത്. നമ്മൾ എന്തെങ്കിലും തെറ്റെയ്താൽ ജോയ്സിനെ കണ്ട് പരിഹാരം ചെയ്യില്ലല്ലേ? ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞതല്ലേ, എനിക്ക് ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. എനിക്ക് ബിസിനസ്മാൻ ആകണം. അതിന് കാശ് വേണം. ശരി, ആ കാര്യം വിട്ടേക്ക്. നമ്മുടെ 2 കുടുംബവും കഷ്ടപ്പെടുന്ന കാര്യം നിനക്കത് അറിയോല്ലേ? അവർ നല്ലോണം ജീവിക്കാൻ നിനക്ക് ആഗ്രഹം ഉണ്ടോ അല്ലേ? എന്റെ പൊന്നു മോളെ ഭവാനി, ഞാൻ നിന്നെ നല്ലോണം നോക്കണ്ടേ? അതൊക്കെ എന്നെ കൊണ്ട് എങ്ങനെ കഴിയും? അതിനെനിക്ക് കിട്ടിയ ഒറ്റൊരു അവസരം ഇതാണ്. പ്ലീസ് മനസ്സിലാക്ക്. നീ ഒന്ന് ചിന്തിക്കുക, നല്ലോണം ആലോചിക്കുക. എടാ, അങ്ങനെ അല്ല. ഇത് പുറത്ത് ആരെങ്കിലും അറിഞ്ഞ് വലിയ പ്രശ്നമായാലോ? എന്റെ ലൈഫ് എന്നെ പോവില്ലേ? പറ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്നെ വിശ്വസിക്കുക, എല്ലാം ശരിയായി വരും. ഭവാനി, കയറി വാ. സർ, ആ മെഷീന്റെ ഇൻവോയ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ അതോ പ്രിയ ആണോ കൊണ്ടുവന്ന് തരേണ്ടത്? ഇല്ല, അതെൻ്റെ തന്നെ ഉണ്ട്. ഞാൻ അതിൽ ഇന്നലെ വാങ്ങിച്ചായിരുന്നു. വാ. ഭവാനി ഇരിക്കേ, ഞാൻ മേളിപ്പ് എടുത്തോണ്ട് വരാം.
എന്നാ ഭവാനി എല്ലാം കറക്റ്റാണ് നോക്ക്. ഓക്കെ സർ. കറക്റ്റാണോ? ആ, എല്ലാ ബിൽസും കൃത്യമായിട്ടുണ്ട് സർ. ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ. ഭവാനി ഒരു മിനിറ്റ്. ആ. ഞാൻ ചോദിച്ചതിനെ കുറിച്ച് നീ ഒരു മറുപടി പറഞ്ഞില്ലല്ലോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം എടുത്തോളൂ. പക്ഷേ നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. സർ, പറയാനും മാത്രം ഒന്നുമില്ല സർ. അഥവാ എനിക്ക് സമ്മതമാണെങ്കിലും മറ്റുള്ളവരൊക്കെ ഇത് എങ്ങനെയായിരിക്കും കാണുക? ഞാൻ എങ്ങനെയാ എല്ലാരെയും പറഞ്ഞ് മനസ്സിലാക്കുക സർ? ദേ നോക്ക്, മറ്റുള്ള ആൾക്കാരെ വിട്ടേക്കേ. അല്ല, ഇപ്പൊ നീ എന്താ പറഞ്ഞേ? നിനക്ക് സമ്മതമാണെന്നല്ലേ പറഞ്ഞേ? സമ്മതമാണ് സർ. പക്ഷേ വേറെന്താ പ്രശ്നം? സർ, ഈ കല്യാണം ഗ്രാൻഡ് ആയിട്ടൊന്നും ചെയ്യാണ്ട് സിമ്പിൾ ആയിട്ട് ഒരു അമ്പലത്തിൽ ചെയ്താൽ മതി സർ. ശരി ഭവാനി. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ സർ. ആ ശരി. ഭവാനി വന്നതിന് ശേഷം ഈ വീട് ആകെ മാറിപ്പോയി. ഇന്നു മുതൽ എൻ്റെ ജീവിതം സന്തോഷകരമായി മാറുകയാണ്. വാ ഭവാനി, ഇരിക്കേ. ഇതാ സർ പാല്. പാലൊക്കെ അവിടെ ഇരിക്കട്ടെ. അതെ, നീ എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ കല്യാണം കഴിച്ചേ? അതെന്താ സർ ഇങ്ങനെ ചോദിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. ശരിയാ, പാലിങ്ങിതാ. ഇന്നാ നീയും കുറച്ച് കുടിച്ചോ. അയ്യോ സർ, സർ വേണ്ട സർ. ഞാൻ ഇതൊന്നും കുടിക്കില്ല. അതെന്താ? ചായയും കാപ്പിയും കുടിക്കാറുണ്ടല്ലോ. അതൊക്കെ കുടിക്കും സർ, പക്ഷെ പാല് മാത്രം കുടിക്കാൻ ഇഷ്ടമല്ലാത്തത്. ഓ ശരി ശരി. എന്താ സാരി ഇങ്ങനെ എടുത്തിരിക്കുന്നത്? എനിക്ക് ഇങ്ങനെ ഉടുക്കാൻ അറിയുള്ളൂ സർ. ഓ നോക്ക് ഭവാനി, എനിക്കിപ്പോൾ എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയാവോ? നീ ഈ കല്യാണത്തിന് സമ്മതിച്ചത്, ഞാൻ നിന്റെ കരുത്തിൽ താലി കെട്ടിയത്, ഇതൊന്നും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റില്ല. ഇനിയുള്ള ബാക്കി കാലം നിന്റെ കൂടെ സന്തോഷത്തോടെ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഭവാനി. ചത്തു തൊലയടാ.
കാലി കൊടുത്തിട്ടുണ്ടാവോ? ഇവിടെ ശരിക്കും ചെയ്തെന്താവോ? ഫോണും വന്നിട്ടില്ല. ഇതെന്താ നീ ഫോൺ എടുക്കാത്തെ? എടാ ഞാൻ പാലൊഴിച്ചു കൊടുത്തു. ആ. അത് കുടിച്ചപ്പോഴേ പെട്ടെന്ന് ശ്വാസം വലിച്ചു പിടിച്ച് താനകറങ്ങി വീണു. എന്നിട്ടുണ്ടല്ലോ ശ്വാസം വലിച്ച് അവിടെ തന്നെ അടക്കാറ്റ് പോയി. എടി കലക്കി, നമ്മൾ വിചാരിച്ച പോലെ നടന്നു. അയാളുടെ കമ്പനിയിലെ ആൾക്കാരെ നമ്പർ അറിയാം നിനക്ക്? ആ, ആ, എന്റെ അടുത്ത് മാനേജർ പ്രിയയുടെ നമ്പറുണ്ട്. ശരി, അവളെ വിളിച്ച് ഈ കാര്യം പറഞ്ഞേക്കെ. ബോധം കെട്ട് വീണെന്ന് മാത്രം പറയും. ഓക്കെ അല്ലേ? അവളോട് എത്തിയാലേ ആംബുലൻസ് മാറ്റ കാര്യമല്ല നോക്കോ. ആ ആളെ ആംബുലൻസുകാരൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ മരിച്ചു പോയെന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ആരും എന്നെ സംശയിക്കില്ലല്ലോ അല്ലേ? നിന്നെ ആരും സംശയിക്കാൻ പോകുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളിൽ വയസ്സായ ആൾക്ക് നെഞ്ഞുമേന വരുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നിന്നെ ആരും സംശയിക്കില്ല. നീയും അതിനനുസരിച്ച് കുറച്ച് കരഞ്ഞോ, എല്ലാം ശരിയായിരിക്കും. എടാ റാം, എനിക്ക് നല്ല പേടിയുണ്ട്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാ ആകെ നാണക്കേടാവും. പിന്നെ നീ എന്നെ എന്തായാലും ജീവനോടെ കാണില്ല. നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? ഞാൻ ജീവിക്കുന്നതിന് ഐഡിയ പറഞ്ഞാൽ നീ ചാവുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണോ? നീ വെറുതെ പേടിക്കൊന്നും വേണ്ട. നിന്നെ ആരും സംശയിക്കില്ല. ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. മനസ്സിലായോ? എടി മനസ്സിലായോന്ന്? ശരിയടാ. ഹലോ, ആ പറയൂ ഭവാനി, എന്താ ഈ സമയത്ത് വിളിച്ചിരിക്കുന്നത്? എന്ത് പറ്റി? അയ്യോ ഭവാനി, ഭവാനി എന്ത് പറ്റി? എന്തിനാ കരയുന്നേ? ഹലോ ഭവാനി, എന്തെങ്കിലും ഒന്ന് പറ. കരയാണ്ട് കാര്യം പറ. എന്ത് പറ്റി? ഒന്ന് പറയൂ ഭവാനി. പ്രിയ, ഞാൻ അദ്ദേഹത്തിന് പാല് കൊടുത്തതാ. അദ്ദേഹം അത് കുടിക്കുകയും ചെയ്തു. പിന്നെ നെഞ്ചത്ത് കൈ വെച്ച് ശ്വാസം വലിച്ച് അനങ്ങാണ്ടൊക്കെ കിടക്കുകയായിരുന്നു. എനിക്കെന്തോ പേടിയാവുന്നു പ്രിയ. എന്താ ചെയ്യണ്ടെന്ന് മനസ്സിലാവുന്നില്ല. അയ്യോ, കരയരുത്. ഞാൻ ഇപ്പൊ തന്നെ അവിടെ എത്താം. ഒരു 5 മിനിറ്റ്. നിങ്ങൾ പേടിക്കല്ലേ? അയ്യോ, ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ ചെന്ന് ആരെ നോക്ക്. ഞാൻ അകത്തുണ്ടോ? എടാ, രണ്ടുപേര് കഴിച്ച പോലെ അറിയണ്ട. ഞാൻ അടുത്തിട്ട് അകത്തേക്ക് പോവാം. ഹായ് പ്രിയ, അകത്തേക്ക് വരൂ. ഞാൻ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നേ. ഓ അങ്ങനെയാണോ? നിങ്ങളും ഭക്ഷണം കഴിക്കുന്നോ? ഞാൻ പ്ലേറ്റ് എടുത്തോണ്ട് അയ്യോ വരാം. വേണ്ട, ഞാനിപ്പോ കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഓ, ഇപ്പൊ എങ്ങനെയുണ്ട് മാഡം? സാറില്ലാണ്ട് വളരെ കഷ്ടാണോ? കഷ്ടമൊന്നുമില്ലെന്ന് പറയാൻ പറ്റില്ല. നല്ല കഷ്ടപ്പാട് തന്നെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുകൊണ്ടാ അദ്ദേഹത്തെ കല്യാണം കഴിക്കില്ലെന്നും. പ്രായമുള്ള ആളല്ലേ, കല്യാണം കഴിച്ച് പെട്ടെന്ന് ഇദ്ദേഹം എന്നെ വിട്ടിട്ട് പോയി കഴിഞ്ഞാ എന്ത് ചെയ്യുന്നു അപ്പോഴേ ആലോചിച്ചത്. ഇതുകൊണ്ട് കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ എന്നെ വിട്ടിട്ട് പോവുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. എന്ത് വേദനയുണ്ടെന്നറിയോ? ശരി ഭവാനി മാഡം, കരയില്ലേ, വിട്ടേക്ക്. എല്ലാം ശരിയാവും. ഒന്ന് സമാധാനപ്പെടും. സോറി മാഡം, ചോദിച്ചത് തെറ്റ് തന്നെ. നിങ്ങൾ കരയരുത്. ഓക്കെ? ഇന്ന് തൊട്ട് നിങ്ങളാണ് ഈ കമ്പനിയെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഓക്കെ? ഓക്കെ. നോക്ക് മാഡം, നിങ്ങൾ ഒന്നും ആലോചിച്ചും വിഷമിക്കണ്ട. എന്ത് വേണമെങ്കിലും എപ്പോഴാണെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അറേഞ്ച് ചെയ്യാം. ജോലിക്ക് ഒരാളെ നിർത്താൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നില്ല. എന്തിനാ എല്ലാ ജോലിയും നിങ്ങൾ തനിച്ച് ചെയ്യുന്നത്?
അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒരാളല്ലേ ഉള്ളൂ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം. ഉം. പിന്നെ നെക്സ്റ്റ് വീക്ക് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. ഉം. നമ്മുടെ കമ്പനിയുടെ എല്ലാ ക്ലയൻസും വരുന്നുണ്ട്. ഉം. അത് പറഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് ഞാൻ വന്നതാ. എന്നാ നിങ്ങൾ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കും. ഞാൻ ഇറങ്ങുകയാണേ. ഉം. വരാം മാഡം. എടീ, നീ ആള് ഭയങ്കരയാട്ടാ. എടീ, എന്താടി ഇതൊക്കെ? നിന്റെ അഭിനയം കൊള്ളാലോ. നീ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ വിചാരിച്ച എല്ലാ കാര്യം പെട്ടെന്ന് നടക്കും. അയ്യോ, അടുത്ത ആഴ്ച മീറ്റിംഗ് എന്ന് പറഞ്ഞു, പക്ഷെ ഡേറ്റ് ഏതാന്ന് പറഞ്ഞില്ലല്ലോ. ശരി, ഒന്ന് പറഞ്ഞിട്ട് വരാം. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഞാൻ ശരിക്കും പേടിച്ചിരിക്കായിരുന്നു. അറിയാണ്ട് എന്തെങ്കിലും വിളിച്ചു പറയുമെന്ന്. എടി, നീ എന്തിനാ വെറുതെ പേടിക്കുന്നേ? വരുന്നത് വരട്ടെ, നമുക്കെല്ലാം നോക്കാന്നേ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഭക്ഷണം എടുത്ത് വെക്കുന്നേ. ആഹാ, ഭക്ഷണമില്ല, ഒന്നുമില്ല. ഞാൻ തന്നെ ടെൻഷൻ അടിച്ചിരിക്കുക അവിടെ. നിന്റെ ടെൻഷനെ ഞാൻ കുറയ്ക്കട്ടെ. വേണ്ട, അടങ്ങിയിരിക്ക്. എടി, ഞാൻ പറഞ്ഞ കേക്ക്. വേണ്ട. എടി, ഒരു തവണ മാത്രം. പറഞ്ഞ കേക്ക്. പറഞ്ഞ കേക്ക്. വേണ്ട. ഒറ്റൊരു തവണ മാത്രം. കാണിക്കുന്നെ. എടി, എടാ, പറഞ്ഞ കേക്ക്. നോ, വേണ്ട. പോടരുത്. പറഞ്ഞേക്ക്. നിക്കാനാ പറഞ്ഞെ. നിക്ക്. നിക്കല്ല. എടി, നിക്ക്. ഓഹോ, ഇതാണ് നിങ്ങളുടെ കളിയല്ലേ? ഞാൻ നോക്കിക്കോളാം. ഇത് കൊള്ളാല്ലേ? കൊള്ളാല്ലേ? അതെ അതെ. ആര് വന്നിരിക്കുന്നു തോന്നുന്നു. നീ ചെന്ന് വാതിലോർക്ക്. അയാള് ചത്തിട്ട് മാസങ്ങൾ കുറയല്ലേ. കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നതായിരിക്കും. നീ ഇവിടെ ഇരിക്കെ, ഞാൻ നോക്കിയിട്ട് വരാം. ഭവാനി, സർ, നിങ്ങള് ഭവാനി, ഭവാനി, ഭവാനി. ആർ യു ഓക്കെ? നീ എന്തുകൊണ്ടാണ് മയങ്ങി വീണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും എൻ്റെ അനിയനും ടിൻസാണ്. രണ്ടുപേരെയും കണ്ട ഒരേപോലെ തന്നെയുണ്ട്. സോ എന്നെ കണ്ട ഉടനെ നിനക്ക് അവനാണെന്ന് തോന്നിപ്പോയി അല്ലേ? കറക്റ്റ്. എൻ്റെ അനിയൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞാണെന്ന് വിചാരിക്കുന്നു. പറഞ്ഞിട്ടുണ്ട് സർ, പക്ഷേ ട്വിൻസ് ആണെന്ന് പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല. ഓ, അങ്ങനെയാണോ? അത് പറയാനുള്ള സന്ദർഭം അവന് കിട്ടിക്കാണില്ല. ഞാൻ സിംഗപ്പൂരിൽ സെറ്റിലാണ്. എൻ്റെ ബിസിനസ് എല്ലാം അവിടെയാണ്. ഞാൻ അവിടെ സെറ്റിലായിട്ട് 20 വർഷത്തിൽ കൂടുതലായി. അല്ല, ഒന്ന് ചോദിച്ചിട്ട് ഇതാരാണ്? ഇതോ, ഇദ്ദേഹം ഉണ്ടല്ലോ, ഇദ്ദേഹം എൻ്റെ ഒരു ബന്ധുവാ. ഓ. എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോണ്ട് വരുന്നത് ഇദ്ദേഹം. ഓ, ഓക്കെ ഓക്കെ. നിന്റെ പേരെന്താ മോനെ? രാം. ഓക്കെ റാം, താങ്ക് യു സോ മച്ച് ഇവിടെ കെയർ ചെയ്തതിന്. സാറില്ല സാർ, അവർ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നതല്ലേ. എന്നെ കൊണ്ടാവുന്ന ഒരു ചെറിയ സഹായം. ഗുഡ്. ഞാനിവിടെ ഒരാഴ്ചയുണ്ടാകും. അനിയൻ്റെ സ്വത്ത്, കമ്പനി, പ്രോപ്പർട്ടി എല്ലാം ചെക്ക് ചെയ്തിട്ട് ഭവാനി എല്ലാം ലീഗലായിട്ട് നിന്റെ പേരിലേക്ക് ഞാൻ മാറ്റാൻ പോവുകയാണ്. അതെല്ലാം നീ ഫോളോ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോ 1 വീക്ക് നിങ്ങൾ എവിടെ തന്നെ ഉണ്ടാവോ? അതെ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, ഞാൻ ഹോട്ടലിൽ തങ്ങിക്കോളാം. ഇല്ല സർ, ഇല്ല സർ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇത് നിങ്ങളുടെ അനിയന്റെ വീടല്ലേ സർ? എത്ര ദിവസം വേണമെങ്കിലും താമസിച്ചോ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ല സർ. താങ്ക് യു, വളരെ സന്തോഷം. ഓക്കെ സർ. ഞാൻ പോയിട്ട് വീടിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നേക്കാം. നിങ്ങൾ സൂക്ഷിച്ചിരിക്കണേ. ഓക്കെ റാം, താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് ഹെൽപ്പ്. സാറില്ല സാർ, ഞാൻ പോട്ടെ. ശരി. അപ്പോൾ ശരി ഭവാനി, ഞാനും പോയൊന്ന് ഫ്രഷ് ആയിട്ട് വരാം.
നിനക്കിപ്പോ കുഴപ്പമില്ലല്ലോ? ഓക്കെയാണ് സർ. അതോ കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ പോണോ? ഇല്ല ഇല്ല സർ, ഐ എം ഓക്കെ സർ. ഓക്കെ ഭവാനി. കുട്ടിമാനായല്ലോ. ഇവളെ കൊണ്ട് ഇവനെ കൊണ്ട് എടാ എന്താ പറ. എന്ത് പറയാനാ? അയാൾ പെട്ടെന്ന് വന്ന് നിൽക്കുന്നു, നീ എന്താ പറയാത്തെ? എടാ മണ്ട, എനിക്ക് പോലും അറിയില്ല, അയാൾ പെട്ടെന്ന് വന്ന് നിന്നതാ. അതെങ്ങനെ നിനക്ക് അറിയാതിരിക്കുക? ശരി, അതൊക്കെ ഇരിക്കട്ടെ. ഇയാളെ കാണാൻ അയാളെ പോലെ തന്നെ ഉണ്ടല്ലോ. അയാള് മരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ ചെയ്തത്. ശരിക്കും അവന്മാർ ട്വിൻസ് തന്നെയാണോ? അങ്ങനെയാണെന്ന് എനിക്കും തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഞാനും കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. അപ്പോഴേക്കും നമ്മൾ അയാളെ കൊന്നു കളഞ്ഞില്ലേടാ. അതൊക്കെ ഇരിക്കട്ടെ, അയാൾ ഒരാഴ്ച ഇവിടെ താമസിക്കാൻ പോകത്രേ. നിനക്ക് വേണമെന്ന് പറഞ്ഞൂടെ? അയാൾ ഹോട്ടലിൽ താമസം നിനക്കെന്തടി? നീ മണ്ടത്തരം വിളിച്ച് പറയല്ലേ. ഇതേ അങ്ങേരുടെ അനിയന്റെ വീടാ. നമ്മുടെ കയ്യിൽ എന്ത് തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റും എല്ലാം ഉണ്ടായിട്ട് പോലും അതിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെ ചെയ്തേ. എല്ലാം നമുക്ക് അനുകൂലമായി നടന്നുകൊണ്ടിരിക്കുമ്പോ നീ എന്തൊക്കെയാ കാണിക്കുന്നേ? അത് ശരിയാണല്ലോ, നീ പറഞ്ഞത് ഒരു വിധത്തിൽ ശരിയൊക്കെ തന്നെയാ. ശരി, അയാൾ ഒരാഴ്ച ഇവിടെ തന്നെ താമസിക്കുന്നതിന്റെ പേരിലെല്ലാം മാറ്റി കൊടുത്തിട്ട് പോകട്ടെ. പക്ഷെ അതുവരെയ്ക്കും ഞാൻ എവിടെ പോനാ? ഹോസ്റ്റലിൽ താമസിക്കട്ടെ? എടി എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് എന്നെ വീട്ടിനകത്ത് കേറ്റ്. അതെ, നിനക്ക് അയാളെ കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ ഫേസ് നീ നോക്കുന്ന നോട്ടമൊക്കെ അല്ലേ. ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. അതെയല്ലോ, നീ പറഞ്ഞത് ശരിയാ. ശരി ശരി, അയാളെ വരുമ്പോഴേക്കും ഞാൻ ഭക്ഷണമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ. എങ്ങനെങ്കിലും അയാളെ വിശ്വസിപ്പിച്ച് എത്രയും പെട്ടെന്ന് സ്വത്തൊക്കെ നമ്മുടെ പേരിലേക്ക് ആക്കണം. ശരി, നോക്കിയേ, നീ നിന്റെ വായം വെച്ചിട്ട് മിണ്ടാതിരുന്നോളണം. അയാൾ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. വെറുതെ സംസാരിക്കാൻ നിൽക്കരുത്, മനസ്സിലായോ? അയ്യോ, ഞാനൊന്നും പറയാൻ നിൽക്കില്ല. ശരി ശരി, അയാൾ ചിലപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് വരും. ഞാൻ ഫോൺ വെക്കാണ്. ഇതിപ്പോ ഒരു തലവേദനയായിരിക്കാലോ. ഭവാനി, സാർ നോക്ക്, ഞാൻ വന്നപ്പോ തന്നെ നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷേ നിന്റെ മാനസികാവസ്ഥ കാണുമ്പോൾ എനിക്കത് ചോദിക്കാൻ കഴിയുന്നില്ല. മനസ്സിലാവുന്നുണ്ട് നിനക്ക് എന്തുമാത്രം സ്ട്രെസ്സും പെയിനും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശരി, പറയേ, എന്താ നടന്നത്? സാർ, അത് പിന്നെ ഞാനൊരു ടാക്സ് കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യായിരുന്നു സാർ. ഈ വീട്ടിലെ ഇൻവോയ്സ് ആൻഡ് ബിൽസ് വാങ്ങിക്കാനാണ് സാർ ഞാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഞാൻ സാറ് ഇടപഴകാൻ തുടങ്ങിയത്. ഞാൻ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടം തോന്നി സാർ. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചു. മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്ന ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാ. എന്നാലും അദ്ദേഹത്തിന് എന്നോടുണ്ടായിരുന്ന സ്നേഹം എനിക്ക് മനസ്സിലായിരുന്നു സാർ. അതുകൊണ്ട് മാത്രമാണ് സാർ ഞാൻ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. ഇറ്റ്സ് ഓക്കെ ഭവാനി, എനിക്ക് മനസ്സിലാവുന്നു. പ്ലീസ് കരയാതെ പറയേ. അതിനുശേഷം ഞങ്ങളുടെ വീട്ടില് സംസാരിച്ച് കല്യാണം കഴിച്ചു സാർ. കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാന്ന് കരുതിയതാ. ആദ്യ രാത്രി ഞങ്ങള് നല്ലൊരു തുടക്കമായിരിക്കും എന്നാണ് വിചാരിച്ചത് സാർ. എന്നാ ആ രാത്രി തന്നെ എന്നെ തനിച്ചാക്കി. ഭവാനി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സാർ. എന്റെ ജീവിതം തന്നെ ഇല്ലാതായിരിക്കാണ് സാർ. ഞാൻ ഇനി എങ്ങനെ സമാധാനിക്കാനാ? ഓക്കെ ഭവാനി, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നീ ഇങ്ങനെ തളർന്നു പോകരുത്. ഇതെല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. എൻ്റെ അനിയന് ഹാർട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അതാ അവൻ സന്തോഷമായിരിക്കണമെന്ന് ആഗ്രഹിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നെ കൊണ്ട് പറ്റുന്നില്ല സാർ.
എനിക്കിത് സഹിക്കാനാവുന്നില്ല. സർ, എന്റെ ജീവിതം തുടങ്ങിയ അന്ന് തന്നെ അവസാനിക്കുകയും ചെയ്തു സർ. എനിക്ക് എങ്ങനെ കരയാതിരിക്കാൻ പറ്റും? നോക്കുമോളെ, അവന്റെ ജീവിതം ഇത്രയുള്ളൊരു വിധി ഉണ്ടായിരുന്നു. അതറിയാതെ നിന്റെ ജീവിതം കൂടി പോയി. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ കമ്പനി, പ്രോപ്പർട്ടി, വീട് ഇതെല്ലാം ഞാൻ നിന്റെ പേരിലേക്ക് എഴുതി തരാം. അതിനുശേഷം ഈ കമ്പനിയുടെ MD ആയിട്ട് നീ സ്ഥാനമേൽക്കണം. ശരി മോളെ, ഇനി ഞാൻ നിന്നോടൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. നീ റെസ്റ്റ് എടുക്ക്, നമുക്ക് പിന്നീട് സംസാരിക്കാം. ശരി സർ. ഭവാനി, സർ, ഭക്ഷണം കഴിക്കുന്നു. സാറില്ല, വേണ്ട മോളെ, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്റെ ഡ്രസ്സ് കുറച്ച് അയൺ ചെയ്യാനുണ്ടായിരുന്നു. വീട്ടില് മേഡ് ആരെങ്കിലും വരാറുണ്ടോ? അത് കൊള്ളാം. ഇതുപോലത്തെ കാര്യത്തിന് എനിക്ക് രാമനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നീ എന്താ ഭവാനി ആലോചിക്കുന്നത്? അല്ല സർ, അതിന് ഒരാളുണ്ട് സർ. ഞാൻ പറഞ്ഞല്ലേ, എനിക്കൊരു ബന്ധു ഉണ്ടെന്ന്. അവന് എല്ലാ സഹായവും ചെയ്തോളൂ സർ. സർ എന്തായാലും ഇപ്പൊ വീട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അവനോട് ഇങ്ങോട്ട് വരാൻ പറയാം സർ. ഓ യെസ് യെസ്, ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു. ഇവിടെ തന്നെ താമസിച്ചോട്ടെ. ശരി, എന്നാ ഞാൻ പുറത്ത് വിട്ടേ. ഓക്കെ സർ. ഹലോ. ഡാ, നീ എവിടെയാളേ? വേറെ എവിടെയായിരിക്കും? റോഡിൽ തന്നെ. ഞാൻ വിളിക്കാതിരിക്കായിരുന്നു. കുറച്ച് കാശ് വേണം, അയച്ചതാ. കാശൊക്കെ ഞാൻ അയച്ചുതരാം. ആദ്യം നീ ഇങ്ങോട്ടേക്ക് വാ. എന്താ അങ്ങോട്ടോ? അയാൾ വീട്ടിലുണ്ടാവില്ലേ, ഞാൻ എങ്ങനെ വരാനാ? അതൊക്കെ ഞാൻ സംസാരിച്ച് ശരിയാക്കി. നീ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ഇവിടെ താമസിക്കാന്നും പറഞ്ഞു. സൂപ്പർ. ഇപ്പോഴാണ് നീ എന്റെ ഭാര്യയെ പോലെ കറക്റ്റാ ചെയ്യുന്നത്. നിന്റെ കൂടെ കൂട്ടുകൂടിയിട്ട് എല്ലാ കള്ളത്തരം എനിക്കും കിട്ടിയിരിക്കുക. ശരി. ഇല്ല, എവിടേക്കോ പോവാന്ന് പറഞ്ഞ് ഇപ്പഴാ ഇറങ്ങി. ശരി ശരി, ഞാനിപ്പോ വരാം. നല്ല വിശപ്പുണ്ട്. ഭക്ഷണം എടുത്തു വെക്കണേ, വയറ് നിറച്ച് കഴിക്കണം. ഞാൻ എടുത്തു വെക്കാം. ഞാൻ പറഞ്ഞതേ ആ ഭക്ഷണത്തെ കുറിച്ചല്ല. എടാ, നിനക്ക് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ? റെഡിയായിരുന്നു. Cheers. ഒന്ന് താന്നേ. പ്ലീസ്. അയാള് വരുന്നുണ്ടോ? അങ്ങോട്ട് മാറിയിരിക്കും. ചായ കുടിക്കുന്നോ സർ? ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. ഞാൻ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. സർ, ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു. അല്ല ഭവാനി, ഫോണിൽ ചാർജ് ഇല്ല. സാർ, നിങ്ങൾ ഡ്രസ് വാഷ് ചെയ്ത് അയൺ ചെയ്യാൻ കൊടുത്തു സാർ. ഓ വെരി ഗുഡ്, താങ്ക് യു മോനെ. ശരി, നിങ്ങൾ ചായ കുടിക്കേ. എനിക്ക് സൂമിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ശരി സാർ. ശരി, പിന്നീട് കാണാവേ. അയ്യോ, ഈ കാര്യം ഞാൻ ആരോടാ പറയാ? ഇത് നേരിട്ട് രാജശേഖർ സാറോട് പറഞ്ഞാൽ എന്താ? അത് ശരിയാ. ഹലോ. പറഞ്ഞോളൂ പ്രിയ. ഭവാനിയുടെ പേര് മാറ്റാൻ പറഞ്ഞ ആ ഡോക്യുമെന്റ്സ് ഒക്കെ നീ റെഡിയാക്കിയോ? അത് ഞാൻ ചെയ്തു സർ. സർ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? പറഞ്ഞോളൂ. സർ, ഈ കമ്പനിയുടെ മാനേജറാണ് ഞാൻ. എന്നെ കുറിച്ച് ചന്ദ്രശേഖർ സർ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോന്ന് അറിയത്തില്ല. എനിക്കൊരു ഡൗട്ട്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്താ വിചാരം? നോക്ക് പ്രിയ, എന്റെ അനുജൻ ഇതുപോലുള്ള നല്ല നല്ല സ്റ്റാഫിനെ വെച്ചതുകൊണ്ടാണ് ഈ കമ്പനി ഇത്ര നല്ല നിലയിലെത്തിയേ. നിന്നെ പറ്റി എപ്പോഴും പ്രശംസിച്ച് പറയാറുണ്ട്. സോ
ഇത്രയും വിശ്വാസം അവന് മറ്റാരോടും ഇല്ല. അവൻ ഈ കമ്പനിയുടെ ഡോക്യുമെന്റ്സ്, പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എല്ലാം നിന്നെ വിശ്വസിച്ചാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നീ ഈ കമ്പനിയിലെ നല്ലൊരു എംപ്ലോയി ആണ്. പെട്ടെന്ന് എന്ത് പറ്റി നിനക്ക് ഇങ്ങനെ ഡൗട്ട് വരാൻ? സർ വളരെ താങ്ക്സ് സർ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം, പക്ഷെ അത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല സർ. എന്തായാലും മടിക്കാതെ പറഞ്ഞോളൂ. നീ നിന്റെ ഇൻക്രിമെന്റിന്റെ കാര്യത്തെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. നീ ഒരു നല്ല വർക്കറാണ്. സോ നീ നിന്റെ ഡിമാൻഡ് പറയൂ, നമുക്ക് അതനുസരിച്ച് നോക്കാം. സർ അങ്ങനെയൊന്നും ഇല്ല സർ. എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റുമോ? ഷുവർ, വരൂ. ഓക്കെ സർ. എങ്ങനെയെങ്കിലും സത്യം തുറന്നു പറഞ്ഞ് സാറുടെ സ്വത്ത് ഭവാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. ഡെഡി, ഏ, ഇതൊന്നും വേണ്ട. അയാളെ മുകളത്തെ റൂമിൽ തന്നെയാ ഉള്ളത്. എടി, ഞാൻ കഴിച്ച് ബാക്കിയല്ലേ കൊണ്ടുവന്നിരിക്കുന്നേ. എന്റെ വാരി കൊടുത്ത അവനെന്താ? ദാ. എടി, എനിക്ക് താടി. എടാ, അയാള് വരുന്നു. ഭവാനി, ഭവാനി, എന്തുപറ്റി? എന്തുപറ്റി? സർ, അവരെപ്പോഴും അങ്ങനെയാ സർ. എപ്പോഴും നിങ്ങളുടെ അനിയന്റെ ഓർമ്മയുള്ളൂ. ഉറങ്ങത്തില്ല, ശരിക്കും കഴിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ട് വീഴും സർ. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കുകയും ചെയ്യും സർ. താങ്കളോട് എനിക്ക് നല്ലത് പറയാം സർ. നോക്ക് ഭവാനി, അവൻ നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു. അത് അംഗീകരിച്ചേ മതിയാവൂ. ശരി, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. ശരി സർ. ഒരു മിനിറ്റ്, ഞാൻ ഹാൻഡ് ബാഗ് എടുത്തോണ്ട് വരാം. നീ എന്താടാ ഇങ്ങനെ അഭിനയിക്കുന്നത്? പിന്നല്ലത്. ഈ ഞാനാണ് അയാളെ ഓർത്ത് ഭക്ഷണം കഴിക്കാതിരുന്നത്. എന്തൊക്കെ നുണയാ പറയുന്നത്. അയാളെ അങ്ങ് കൊന്നു കളഞ്ഞിട്ട് ബിരിയാണി, തന്തൂരി, പിസ്സ അങ്ങനെ പലതും വെട്ടി വിഴുങ്ങിയിട്ട് ഒരു മനസാക്ഷി ഇല്ലാതെയാണല്ലോടാ നീ നുണ പറഞ്ഞത്. എടി, നമ്മള് നുണ പറഞ്ഞ കൂടെ രക്ഷപ്പെട്ടത്. അതിരിക്കട്ടെ, നമ്മളിപ്പോ എങ്ങോട്ടാ പോണ്ടേ? ഹോസ്പിറ്റലിലേക്കും പോവാൻ പറ്റില്ല. അതൊക്കെ അഭിനയല്ലേ. ഇപ്പൊ എന്താ ചെയ്യാ? നീ ഇപ്പൊ എന്താ പറഞ്ഞ? അഭിനയം എന്നല്ലേ? അതുകൊണ്ട് നമ്മളെ ഇപ്പൊ ഒരു പുതിയ പടം വന്നിരിക്കുന്നത്രേ. ആ പടത്തിന് പോയിട്ടെ അവരുടെ അഭിനയൊക്കെ ഒന്ന് കാണുവാണെങ്കിലേ നമ്മുടെ അഭിനയത്തിന് സഹായമായിരിക്കും. വാ പോ. ഭവാനി, ഇപ്പൊ എങ്ങനെയുണ്ട്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടർ എന്ത് പറഞ്ഞു? സർ, അവരുടെ ദേഹം വളരെ വീക്കാണെന്ന് പറഞ്ഞു. ഫ്രൂട്ട്സ്, ഹെൽത്തി ഫുഡെല്ലാം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓഹോ, ശരി ശരി, ഓക്കെ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ശരി റാം, നീ ഭവാനി നന്നായിട്ട് ശ്രദ്ധിക്കണം. സർ, ഞാൻ നോക്കിക്കോളാം സർ. എനിക്കതല്ലാതെ വേറെ എന്ത് ജോലിയാണത്? ആ ശരി, നീ പോയി റെസ്റ്റ് എടുത്തോ. ഇതാ ബാഗ് വാങ്ങിച്ചോളൂ. റാം. സർ. അല്ല, ഏത് ഹോസ്പിറ്റലാണ് പോയേ? സർ, അത് പിന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ്. ഓ ശരി ശരി, നിർത്തിക്കോളൂ. ശരി ഭവാനി, പോയി റെസ്റ്റ് എടുത്തോ. ഇവിടെ ഫീലിങ്സ് കൂടുതലാണല്ലോ. ഇങ്ങനൊരു ഫീലിങ്ങിലാണ് പോകുന്നെങ്കിൽ അത് ഡിപ്രഷനിലേ അവസാനിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട അവസ്ഥ വരും. ഞാൻ അവളുടെ കാര്യത്തിൽ കുറച്ചുകൂടി കെയർ എടുക്കണം. പറഞ്ഞോളൂ പ്രിയ, എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്നല്ലോ പറഞ്ഞേ. ശരി, ഇൻക്രിമെന്റ് എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? സർ, ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കാൻ വന്ന്. ഭവാനിക്ക് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയെ കുറിച്ചാണ് സംസാരിക്കാൻ വന്ന്. ഭവാനിക്ക് കൊടുക്കേണ്ട പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാണല്ലോ. അതൊക്കെ റെഡിയായി സർ. പക്ഷേ ഇതൊക്കെ തീർച്ചയായും കൊടുക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതെന്താ അങ്ങനെ പറയുന്നേ? ഇതൊക്കെ അവൾക്ക് അവകാശപ്പെട്ട സ്വത്തല്ലേ? എന്റെ അനിയന്റെ ഭാര്യയാണ് അവള്. അപ്പൊ അവളാണ് ഇതിന്റെ എല്ലാം അവകാശി. അങ്ങനെയല്ല സർ. ഇവിടെ എനിക്ക് ഈ കാര്യം എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല സർ. കാര്യം വ്യക്തമായിട്ട് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാകൂ. പറയാൻ വന്ന കാര്യം ധൈര്യമായിട്ട് പറയൂ പ്രിയേ. ഇല്ല സർ, അത് പിന്നെ നോക്കൂ പ്രിയ, എന്താണെങ്കിലും ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോ. സർ, എനിക്ക് ഈ ഭവാനിയെയും രാമയെയും ഒരു സംശയമുണ്ട് സർ. വാട്ട്? അവരെ കുറിച്ച് നിനക്ക് എന്താ സംശയം? സർ, ചന്ദ്രശേഖർ സർ നമ്മൾ വിചാരിക്കുന്ന പോലെ സ്വാഭാവികമായി മരിച്ചതായി തോന്നുന്നില്ല. അവരെ കൊന്നു കളഞ്ഞോന്ന് എനിക്ക് തോന്നുന്നു സർ. വാട്ട്? നീ എന്താ ഈ പറയുന്നേ? അവനെ ആര് കൊല്ലാനാ? സർ, നടക്കുന്നതൊക്കെ കാണുമ്പോൾ ആ ഭവാനിയോ ആ രാമും ചേർന്ന് നമ്മുടെ ചന്ദ്രശേഖർ സാറെ കൊന്ന് ഈ കമ്പനി പ്രോപ്പർട്ടി ഇതൊക്കെ തട്ടിപ്പറിക്കാൻ അവരുടെ കൂട്ടാലോചനയാണെന്ന് തോന്നുന്നു സർ. പ്രിയ, ആർ യു സീരിയസ്? എന്റെ അനിയന്റെ മരണം സ്വാഭാവികമാണെന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞാണല്ലോ. ഞാൻ എന്താ വിശ്വസിക്കേണ്ടത്? സർ, ആ ഒരു കാര്യമാണ് എനിക്കും മനസ്സിലാവാത്തത്. എന്താ പ്രിയ ഇങ്ങനെയൊക്കെ പറയുന്നേ?
നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയല്ല, ഒന്നുമില്ല സർ. ഉം. അവര് രണ്ടുപേരും ലവേഴ്സാ. ലവേഴ്സോ? നീ എന്താ ഈ പറയുന്നേ? അതെ സർ. ആ രാമിന്റെ കൂടെ ഭവാനി ചുറ്റി കളിക്കുന്നത് ഞാൻ കുറെ പ്രാവശ്യം കണ്ടതാ. ഉം. അവര് പരിചയക്കാരായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിട്ടില്ല. അതിനുശേഷമാണ് ചന്ദ്രശേഖർ സാറും ഭവാനിയും കല്യാണം കഴിക്കുന്ന കാര്യം എല്ലാരും അറിഞ്ഞത്. ഉം. പെട്ടെന്ന് തന്നെ അവര് കല്യാണവും കഴിച്ചു. പക്ഷേ കല്യാണത്തിന്റെ ദിവസം തന്നെ സാർ മരിച്ചുപോയി. അതുകൊണ്ടാണ് സാർ എനിക്ക് സംശയം വരാൻ തുടങ്ങിയത്. ശരി, സംശയം തോന്നിയത് ഓക്കെ. പക്ഷെ ഇവര് തന്നെയാണ് കൊന്നതെന്ന് നീ എങ്ങനെ കൺഫേം ആയിട്ട് പറയുന്നത്? ആഹാ, ഇല്ല സർ, അവര് തന്നെ ചെയ്തു കാണുമെന്ന് ഞാൻ പറയുന്നില്ല സർ. പക്ഷേ എന്ത് പക്ഷേ? നീ തുറന്നു പറയേ. അന്നൊരു ദിവസം ഞാൻ സാറ് മരിച്ചതിന് ശേഷം മീറ്റിങ്ങിനെ കുറിച്ച് ഭവാനിയോട് സംസാരിക്കാൻ പോയതാ. അപ്പൊ ഇവര് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അവരെ രണ്ടുപേരെയും ഫോളോ ചെയ്താണ് ലവേഴ്സ് എന്ന് കൺഫേം ചെയ്തേ. നീ പറയുന്നത് സത്യമാണോ? ആ, നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ സർ, ഞാൻ പറയുന്നത് നിങ്ങൾ സത്യം എന്ന് വിചാരിച്ചാലും നോണ എന്ന് വിചാരിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങളുടെ അനിയന്റെ പ്രോപ്പർട്ടി ഭവാനിക്ക് തന്നെ കൊടുക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടാ സർ. പക്ഷേ ചന്ദ്രശേഖർ സർ നല്ലൊരു മനുഷ്യനായിരുന്നു. ശരി, ഓക്കെ പ്രിയ, ഇനിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പൊയ്ക്കോ. താങ്ക്സ്. ഓക്കെ, അപ്പോ ഭവാനി എന്ന പേരിൽ ഒരു പേഷ്യന്റും വന്നിട്ടില്ലല്ലേ? റൈറ്റ്? ഓക്കെ. ഒരു പക്ഷെ പ്രിയ പറഞ്ഞൊക്കെ കറക്റ്റ് ആയിരിക്കുമോ? ഒരു എവിഡൻസും കിട്ടുന്നില്ലല്ലോ. ഡോക്ടർ എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. രാജശേഖർ സാർ, നിങ്ങൾ തന്ന മരുന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് സാധാരണ നാട്ടുമരുന്ന്. 40 വയസ്സിന് മുകളിലുള്ളവരെല്ലാരും കഴിക്കാറുള്ള ഒരു മരുന്നാണ്. പക്ഷെ ഈ മരുന്ന് നിങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാ. കാരണം ഹാർട്ടിലേക്ക് പോകുന്ന ബ്ലഡ് ഇത് കാരണം ക്ലോട്ട് ആവും. എന്നിട്ട് നിങ്ങളുടെ ഞരമ്പുകളും തളർന്നു പോകും. എന്നിട്ട് അത് കഴിച്ച ആള് തീർച്ചയായും മരിക്കും. നിങ്ങൾ ചോദിച്ച മരുന്നിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഇതാണ്. ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാമേ.
Oh my God. ഇടോ മഹാഭാവികളെ, സ്വത്തിനു വേണ്ടിയും പണത്തിനു വേണ്ടിയും എന്റെ അനുജനെ ക്രൂരമായി കൊന്നു കളഞ്ഞല്ലോടാ. രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടി, ഒരാഴ്ചയിൽ എല്ലാം എഴുതി കൊടുത്തിട്ട് പോന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ 1 മാസമാണെന്ന് പറയുന്നു. എടാ, അതാ എനിക്ക് മനസ്സിലാവാത്ത. ഒരു പക്ഷേ അയാൾക്ക് സംശയം തോന്നിക്കാണോ? അവൻ സംശയിച്ചാലേ അവനും ഔഷധം കലർന്ന് കൊടുത്തേക്കാം. എടാ, എനിക്ക് പേടിയാവുന്നടോ. എടി, ഞാനുണ്ടല്ലോ. ഭവാനി, അതെ സർ. ഓക്കെ സർ, ഓക്കെ സർ. ഞാൻ നോക്കിക്കോളാം സർ. പിന്നെ ആഹാ, രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ശരി ശരി. ഞാൻ ഇപ്പോഴാണ് അഡ്വക്കേറ്റിനോട് സംസാരിച്ച്. ആ ഫോർമാലിറ്റീസ് എല്ലാം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഓഹോ. പിന്നെ എനിക്ക് സിംഗപ്പൂരിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ശരി. എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം. അപ്പൊ ഇത് പെട്ടെന്ന് തീർത്ത് തന്നിട്ട് ഞാൻ അങ്ങ് പോകും. ശരി സർ. ശരി. ഒരു ചെറിയ പണിയുണ്ട്, പോട്ടേ. അത്രേ ഉള്ളൂ കാര്യം. നമ്മുടെ പ്ലാൻ സക്സസ്. സൂപ്പർ. സർ, നിങ്ങള്? എന്റെ പേര് രാജ, ഇൻസ്പെക്ടർ രാജശേഖർ സാർ സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ടാ കണ്ടിട്ട് പോവാന്ന് വന്നു. ഓ, വരൂ സർ, അകത്തേക്ക് വരൂ. ഓക്കെ സർ, പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. നിങ്ങൾ ചന്ദ്രശേഖറിന്റെ വൈഫ് ഭവാനി അല്ലേ? അതെ സർ. ഓ, സോറി മാം, റിയലി വെരി സോറി. നിങ്ങളുടെ മനസ്താപം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എന്ത് ചെയ്യാനാ, അതൊരു സഡൻ ഡെത്ത് ആയിരുന്നല്ലേ. ഡോണ്ട് വറി മാം, എല്ലാം നല്ലതേ നടക്കും. അല്ല, ആരായി ചെക്കൻ? ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്യാണ് സർ. അതെ സർ. അല്ല, ലേഡീസ് തനിച്ച് വീട്ടിലുള്ളപ്പോ ഒരു ലേഡി സെർവന്റ് വെച്ചാ പോരെ? അല്ല സർ, ഇയാൾ എന്റെ ബന്ധുവാ. അതെ സർ. ഓഹോ, ഓക്കെ ഓക്കെ. ചന്ദ്രശേഖർ സാർ വിട്ടിട്ട് പോയതെല്ലാം നിങ്ങൾ വേണം നോക്കാൻ. ഓൾ ദി ബെസ്റ്റ്. അല്ല, രാജശേഖർ സാർ എവിടെയുള്ള? അദ്ദേഹം ഒരു മീറ്റിംഗിലാണ് സർ. വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വരും സർ. ഓ, ഓക്കെ ഓക്കെ. എന്തു പറ്റി രണ്ടുപേർക്കും? മോഹമൊക്കെ വേർത്ത് ഒരുമാതിരി നിൽക്കുന്ന. അല്ല, എന്തു പറ്റി? അങ്ങനെയൊന്നും ഇല്ല സർ. സാർ, അത് വേറൊന്നുമല്ല. സാറിന്റെ അനുജന്റെ കൊലപാതകം അന്വേഷിക്കാൻ വന്നെന്ന് വിചാരിച്ചിട്ടാ. എന്താ റാം, ശരിയല്ലേ? അങ്ങനെ വിചാരിച്ചല്ലേ നീ പേടിച്ചത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല സർ. എന്താ ഭവാനി, നീയും പേടിച്ചു പോയോ? ഇല്ല സർ, ഞാൻ എന്തിനാ പേടിക്കുന്നേ? അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. പേടിയുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സാറേ? എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യും. ഒരാളെ കൊന്ന് അയാളുടെ മരണം നാച്ചുറൽ ഡെത്താക്കി മാറ്റി സ്വത്തെല്ലാം അപകരിച്ച് അടിച്ചു പൊളിക്കല്ലേ? നിയമപ്രകാരം ഇതിന്റെ ശിക്ഷ എന്താണെന്ന് അറിയോ നിങ്ങക്ക്? എല്ലാ സെക്ഷനിലും നിങ്ങളുടെ പേരിൽ കേസിടും. പിടിച്ച അകത്തിട്ട എന്താവെന്ന് അറിയാലോ. എന്താ രണ്ടെണ്ണം നോക്കി നിൽക്കുന്നേ? രണ്ടുപേരും എന്താ മിണ്ടാണ്ട് നിൽക്കുന്നേ? ഓ, എന്ത് പറയാന്ന് അറിയില്ലല്ലേ? അതോ എങ്ങനെ രക്ഷപ്പെടാൻ നോക്കുകയാണോ? എന്താ ഭവാനി, റാം, രണ്ടുപേരുടെ മുഖം മാറിയല്ലോ. പോലീസ്, മരുന്ന് ബോട്ടില്, ഇതെല്ലാം കണ്ട ഉടനെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? നിങ്ങൾ രണ്ടുപേരും എന്താണ് ചെയ്തതെന്നും അതെങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തെന്നും എന്തു കൊടുത്താണ് എന്റെ അനുജനെ കൊന്നതെന്നും അതെല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അത് വെച്ച് തന്നെയാണ് ഞാൻ കംപ്ലൈന്റ് ചെയ്തത്. യെസ്,
ദിസ് കേസ് ഇസ് വെരി സെൻസിറ്റീവ്. പക്കയായിട്ട് പ്ലാൻ ചെയ്ത് ഒരു വലിയ ബിസിനസ് മാനെ മയക്കി കല്യാണ ആഗ്രഹം കാണിച്ച് നാച്ചുറൽ പോയ്സൺ കൊടുത്ത് അയാളെ കൊന്നിരിക്കുക. അത് നാച്ചുറൽ ഡെത്ത് ആണെന്ന് എല്ലാരും വിശ്വസിപ്പിച്ച് സ്വത്തുക്കളെല്ലാം അനുഭവിച്ച് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചല്ലേ? ഇതിന് മാസ്റ്റർ മൈൻഡായ രാമുനും ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത ഭവാനി നിനക്കും കോർട്ടില് മരണശിക്ഷ വരെ കിട്ടും. എന്തായാലും ഭാഗ്യം. കൃത്യസമയത്ത് പ്രിയ എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഞാൻ വിശ്വസിച്ചു പോയനെ. അവൾ ആ സംശയം എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ രണ്ടുപേരും ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങളുടെ വീട്ടിലുള്ള കളികളും കൊഞ്ചുന്നതും എല്ലാം എനിക്കറിയാം. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. നിങ്ങൾ എവിടാ പോയെന്ന് ഞാൻ പറയട്ടെ. എന്തൊന്നാടാ മേടിച്ചു നോക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും എന്നെ പറഞ്ഞു പറ്റിച്ച് പുറത്തു പോകാറില്ലേ? ആ ഗ്യാപ്പിലാണ് ഞാൻ ആ മരുന്ന് ബോട്ടിൽ കണ്ടുപിടിച്ചത്. Stop and listen. മര്യാദയ്ക്ക് ചെയ്ത തെറ്റ് സമ്മതിച്ചോ? അല്ലെങ്കിൽ ആരും അറിയാതെ ചന്ദ്രശേഖരനെ എങ്ങനെയാണോ കൊന്നത് അതേപോലെ നിങ്ങളെയും കൊല്ലും. തെറ്റ് സമ്മതിച്ചാൽ അറ്റ്ലീസ്റ്റ് ജീവനെങ്കിലും രക്ഷപ്പെടും. നിങ്ങളുടെ വൃത്തിയുടെ കൈകൊണ്ട് ദേഹത്ത് തുടരരുത്. പറഞ്ഞു കേട്ടില്ലേ? എഴുതണം. ഇൻസ്പെക്ടർ സാർ, ഇവർ രണ്ടുപേരും പിടിച്ച് ജയിലിനകത്തിന് സാർ. എഴുന്നേക്കാനല്ലേ പറഞ്ഞത്? മര്യാദയ്ക്ക് രണ്ടെണ്ണം എന്റെ കൂടെ വന്നോളണം. അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് ഇവിടെ വെച്ച് തന്നെ ഞാൻ തീർക്കും. നിനക്കൊക്കെ ഒരു കാര്യം അറിയോ? എന്റെ അനുജൻ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചിരുന്നതാ. അവന്റെ സമയദോഷത്തിന് അവന്റെ ഭാര്യ മരിച്ചുപോയിട്ട് അവന്റെ ഭാര്യയുടെ ഓർമ്മകളിലാണ് അവൻ ജീവിച്ചിരുന്നത്. അങ്ങനെയല്ലായിരുന്നെങ്കിൽ അവന് പല തെറ്റുകളും ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അവനൊന്നും ചെയ്യാതെ മര്യാദയ്ക്ക് ജീവിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ഒരുത്തരെ ചതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സ് വന്നത്? അഥവാ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചാലേ എന്റെ അനുജൻ തിരിച്ചു വരുമോ? നിങ്ങൾ കൊന്നത് അവനെയല്ല, അവന്റെ വിശ്വാസത്തെയാണ്. ഇതുവരെ അവനെ ഒരാൾ പോലും വഞ്ചിച്ചിട്ടില്ല. അവനെ വഞ്ചിച്ചതിനുള്ള ശിക്ഷയായിട്ട് നിങ്ങൾ ഇത് അനുഭവിച്ചാൽ മതിയാകും. സർ, പിടിച്ചോണ്ട് പോ സാർ ഇവരെയൊക്കെ. വരൂ. വാ. നടക്ക്. കരയാതെ നടക്ക്. പെട്ടെന്ന് നടക്ക്.